മഹായോഗം വളരെ പരിജ്ഞാനത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ ഇത് പ്രസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലീഡ് ചെയ്യുന്ന, ബഹുമാനപ്പെട്ട ഇതിൻ്റെ ചെയർമാനായിരിക്കുന്ന, കല്ലിയൂർ അപ്പോസ്റ്റൽ ചർച്ചിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്ന, എൻ്റെ സ്നേഹിതനുമായിരിക്കുന്ന പാസ്റ്റർ റിജോ തോമസ്, ഇന്ന് രാത്രി ഈ മഹായോഗത്തിൽ എന്നോട് കൂടെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന ദീർഘവർഷങ്ങളിലെ ആത്മീയ ബന്ധം, സാഹോദര്യ ബന്ധം, പരിശുദ്ധാത്മാവുള്ള ബന്ധം എനിക്ക് നൽകി ഈ വേദികളിൽ എന്നെയും ക്ഷണിച്ച് ഒരു എളിയ ദൈവദാസനായി ശബ്ദമായി നിൽക്കുവാൻ കൃപ തരുന്ന പാസ്റ്റർ ഷിമോൻ ഷൈൻ അവർകൾ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഷെജിൻ പാസ്റ്റർ, ഈ വേദിയിൽ സ്നേഹിതരായി ബഹുമാനിതരായി ഇന്ന് രാത്രിയായിരിക്കുന്നതിന് മുമ്പ് ആശംസാ വാക്കുകളെ, അനുഗ്രഹ വാക്കുകളെ നമ്മൾ സംസാരിച്ച ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഡോക്ടർ സത്യനേശൻ അവർകൾ, കർത്താവിൻ്റെ അഭിഷേക്തൻ നെഹമ്യ പാസ്റ്റർ അവർകൾ, പേരെടുത്ത് പറയേണ്ട അനേക പ്രിയപ്പെട്ടവരോടുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ടും സാഹചര്യം കൊണ്ടും ഞാൻ ആ വിഷയം വിടുകയാണ്. കർത്തൃപാദപീഠത്തിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ആരാധനാ ഗാനങ്ങൾ പാടി ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കയർ ടീം, ശ്രുതിമധുരമായി മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന അനുഗ്രഹീതരായ ആത്മീയ കലാകാരന്മാർ, നല്ല കയർ സിംഗേഴ്സ്, ലോകത്തിൽ മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഇന്ന് രാത്രി സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ സോഷ്യൽ മീഡിയ ടീം, നമ്മുടെ ഫോട്ടോകളൊക്കെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അനുഗ്രഹ ഫാമിലിയിൽ ഒരു അംഗം കൂടിയായ പ്രിയ ഉദയൻ ബ്രദർ, നല്ല ഏറ്റവും ബെസ്റ്റായിട്ട് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ്, എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ പ്രാകാരം കഴിഞ്ഞു, വിശുദ്ധ സ്ഥലവും കഴിഞ്ഞു, നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്, കർത്താവിൻ്റെ വചനത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇപ്പോഴും ഇത്രയും മൗനം വേണ്ട, ഇടയ്ക്കൊരു സ്തോത്രം പറയാം. മൗനം ഇച്ചിരി കൂടുതലാണോ എന്നെനിക്കൊരു സംശയമില്ലാതില്ല. അതുകൊണ്ട് സ്തോത്രത്തിൻ്റെ ശബ്ദമെല്ലാം ഉയരട്ടെ. സ്തോത്രം. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന് നമ്മുടെ ആരാധന ഇഷ്ടമാണ്, സ്തോത്രം ഇഷ്ടമാണ്. എന്നാൽ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് നിങ്ങളുടെ സ്തോത്രം ഇഷ്ടമാണ്. നിങ്ങളൊരു സ്തോത്രം പറയുമായിരിക്കും, അവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ അടുത്തിരിക്കുന്നത് ഏതോ നല്ല സഭയിൽ നിന്ന് വന്ന നല്ല ആരാധിക്കുന്ന ഒരാളാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. ആ ധാരണയ്ക്ക് വ്യത്യാസം വരുത്തേണ്ട. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചോ. നിങ്ങൾ മിണ്ടാതൊക്കെ ഇരുന്നാൽ നിങ്ങളുടെ അടുത്തിരിക്കുന്നവരോർക്കും ഇത് ഏത് സഭയിൽ നിന്ന് വന്നതാണെന്നോർത്ത് നിങ്ങളെക്കുറിച്ച് അവർക്കൊരു വിഷമം വരും. അത് വരണ്ട. നിങ്ങളുടെ സഭയ്ക്കും നിങ്ങളൊരു അഭിമാനമാകട്ടെ. നല്ലപോലെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവർണ്ണനീയവും അഗോചരവും അപ്രമേയത്വം തുളുമ്പി നിൽക്കുന്നതും ആഴമേറിയതുമായ ദൈവത്തിൻ്റെ ആലോചനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ അയോഗ്യനായിരുന്ന എന്നെ തെരഞ്ഞെടുത്തി അവനീതലത്തിൽ നിർത്തിയ എൻ്റെ ആത്മനാഥനായ സർവശക്തനായ ദൈവത്തിന് ഇന്ന് രാത്രി സകല മാനവും മഹത്വവും ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ആരംഭിക്കുമ്പോൾ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭീകരന്മാരുടെ തേർവാഴ്ചകൾ നടക്കുമ്പോൾ, ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ ഭയവിഹ്വലമായ യുദ്ധാന്തരീക്ഷങ്ങൾ ഇന്ന് രാത്രിയും അവിടെ നടക്കുമ്പോൾ, ഇറാനെ തകർത്ത് തരിപ്പണമാക്കുവാൻ ഒരു വിഭാഗത്തിൽ US ഉൾപ്പെടുന്ന രാജ്യങ്ങൾ അവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, USA സകല സൈനിക താവളങ്ങളും മധ്യപൂർവേഷ്യയിലെ സൈനിക താവളങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് ചുട്ട് ചാമ്പലാക്കുമെന്ന് ഇറാന്റെ അധികാരികൾ ശക്തമായ താക്കീത് കൊടുത്തപ്പോൾ, ലോക രാജ്യങ്ങൾ ഒരു സൂചി മുനയിൽ നിൽക്കുന്ന പോലെ വല്ലാത്ത ചർച്ചകളിലാണ്. വെനീസിലയുടെ പ്രസിഡന്റിന് അർദ്ധരാത്രിക്ക് ഭാര്യ ഉൾപ്പെടെ ആരും അറിയാതെ അമേരിക്കൻ ചാരസംഘടന CIA ഉൾപ്പെടുന്ന അവരുടെ കമാൻഡോ സംഘം പൊക്കിയെടുത്ത് കൊണ്ടുപോയത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു എങ്കിൽ, സ്തോത്രം പറഞ്ഞ് സ്തുതിച്ചു തുടങ്ങിയാട്ട്, ഇതിനേക്കാളൊക്കെ ഞെട്ടിക്കുന്ന വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ്. കണ്ണിമയ്ക്കുന്നതിനിടയിൽ കോടാനുകോടി വിശുദ്ധന്മാർ കർത്താവിന്റെ മണവാട്ടി ഈ ഭൂമിയിൽ നിന്ന്
തുറക്കപ്പെടുന്ന ദിവസങ്ങൾ, അതിനുവേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുന്നവരുടെ ഒരു സ്വർഗീയ ആരാധന ഈ കണ്ട്ല കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെളിപ്പെടട്ടെ. ഒരിക്കലും ഈ വേദിയിൽ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. തെക്കൻ തിരുവിതാംകൂറിന്റെ ഒരു മാരാമൺ കൺവെൻഷൻ പോലെ തെക്കൻ തിരുവിതാംകൂറിന്റെ ചരിത്രത്തെ തിരുത്തുന്ന ഏറ്റവും ശക്തമായ ഒരു ആത്മീയ ശുശ്രൂഷയായി ഈ കണ്ട്ല ഗ്രൗണ്ടിലെ കൺവെൻഷന് അത് തുടരട്ടെ. ഇതിനേക്കാൾ ശക്തമായി അത് കർത്താവ് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഒരു വലിയ പ്രവചന ദൂത് പറയാൻ പോവുകയാണ്. ഈ ആരാധന ഇന്ന് രാത്രി ഇവിടെ അവസാനിക്കുമ്പോൾ ഇത് ആശീർവാദം പറയുന്നതിന് മുമ്പ് ഈ ഗ്രൗണ്ടിൽ രോഗികൾ സൗഖ്യമാകാൻ പോകുക. ഈ ഗ്രൗണ്ടിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ വാതിലുകൾ തുറക്കാൻ പോകുക. 2025 നിങ്ങൾ കണ്ടതല്ല, 26 വല്ല പുതിയ വാതിലുകള്, അത്ഭുതത്തിന്റെ വാതിലുകള്, ദ ഡോട്ട്സ് ഓഫ് മിറക്കിൾസ് തമ്പുരാൻ ഈ ഗ്രൗണ്ടിൽ തുറക്കുമെന്ന് വിശ്വസിച്ച് ഇവിടെ വന്നവരോട് ദൈവാത്മാ പറയുന്നു, നീ തിരിച്ചു പോകുമ്പോൾ രോഗിയായിട്ട് പോകില്ല, നിരാശയോടെ പോകില്ല, മനസ്സ് ഭാരപ്പെട്ടു പോകില്ല. അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടോ? The power of fire is right moving. The power of fire is right moving. അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ ഹൃദയ വേദന അറിയുന്ന തമ്പുരാൻ, നിന്റെ സാമ്പത്തിക വിജയങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രവചന ദൂതൊന്നുമല്ലെങ്കിലും ന്യൂമറോളജിയിലെ ചെറിയൊരു ടിപ്പ് ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയാം. എന്നിട്ട് ഞാൻ വചനത്തിലേക്ക് കടക്കാം. ന്യൂമറോളജി സംഖ്യാശാസ്ത്രം അനുസരിച്ച് 2025 ഒരുമിച്ച് കൂട്ടിയാൽ 2 + 2 = 5, ഒരു 0. അതാണ് 2025 = 9. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 9 എന്നാൽ 2026 2 + 2 4 + 6 = 10. 26ന്റെ ടോട്ടൽ സംഖ്യ 10. അടുത്ത ദൂത് പറയാം. 9 ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉദരത്തിനകത്തിരിക്കുന്ന സമയമാണ് 9. എന്നാൽ 10 ആ കുഞ്ഞമ്മയുടെ കയ്യിലിരിക്കുന്നതാണ് 10. അങ്ങനെയാണെങ്കിൽ 25-ൽ നിന്റെ അകത്ത് നീ കൺസീവ് ചെയ്ത വാഗ്ദത്തങ്ങൾ, നിന്റെ അകത്ത് നീ കൊണ്ടു നടന്ന ചിലതിനെ 2010-ൽ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്ന വർഷമാണെന്ന് കൃപയുള്ളവർ, ആ വാക്കിന്റെ അർത്ഥം തിരിച്ചറിയുന്നവർ, 2010 നിന്റെ കണ്ണുകൊണ്ട് ചില അത്ഭുതങ്ങൾ നീ കാണുന്ന വർഷമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ ദൈവവചന ചിന്തകളിലേക്ക് കിടക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥയിലായിരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം, നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ടു തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. എല്ലാ കണ്ണുകളും അടച്ചട്ടെ. ഇന്ന് രാത്രി ഇതിനകത്ത് ചിലർക്ക് നിധി കിട്ടും. ഒരാൾ സ്വത്രം പറഞ്ഞ ഒരാളുടെ കയ്യും കണ്ടു. ആമേൻ. ഇന്ന് രാത്രി ഇതിനകത്ത് ചിലർക്ക് നിധി കിട്ടുന്ന രാത്രിയാണ്. നിധി, മറഞ്ഞിരിക്കുന്ന ചില നിധി ഇന്ന് രാത്രി ചിലർ ആത്മാവിന്റെ കണ്ണിനകത്ത് ഒന്ന് പെടാൻ പോവുകയാണ്, ഒന്ന് തുറക്കാൻ പോവുകയാ. ഇന്ന് രാത്രി ഇതിനകത്ത് ചിലർക്ക് നിധി, ദ ഹിഡൻ ട്രഷർ,
മറഞ്ഞിരിക്കുന്ന നിധി, മറഞ്ഞിരിക്കുന്ന നിക്ഷേപങ്ങൾ ഇന്ന് രാത്രി എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളവർ ഒരു മറഞ്ഞിരിക്കുന്ന നിധി എനിക്ക് തരാനാണ് ഈ രാത്രി എന്നെ കൊണ്ടുവന്നത് എന്ന് ഉറപ്പുള്ളവരുടെ സ്തോത്രങ്ങൾ. വേദപുസ്തകത്തിൻ്റെ ആഴങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തമ്പുരാൻ, ഇന്ന് രാത്രി ഞങ്ങൾക്കെന്ന തിരുവചനത്തിനായി സ്തോത്രം. ഇന്നലെ രാത്രി പ്രസംഗിച്ച പരിചയം കൊണ്ട് അല്ല, ഒരു പുതിയ കൃപയാൽ എളിയവനെ നിറയ്ക്കണമേ അപ്പാ. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ദുർഭൂതങ്ങൾ ബാധിച്ചവർ അത് വിട്ട് സ്വതന്ത്രമാകട്ടെ. അന്ധകാരത്തിന്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവർ ഈ കണ്ടില്ല ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി സ്വതന്ത്രമാകട്ടെ. പ്രാർത്ഥിച്ചോ. ഇപ്പോൾ തന്നെ വിടുതലുകൾ തുടങ്ങിക്കഴിഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ വിടുതലുകൾ തുടങ്ങിക്കഴിഞ്ഞു. അവൻ നാളുകളായി ബന്ധിക്കപ്പെട്ട ചില രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവർ ഇന്ന് രാത്രി ഇതിനകത്ത് വിടുതൽ പ്രാപിക്കട്ടെ. ദൈവവചനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ സംഘാടകരായിട്ടുള്ള അഭിഷക്തന്മാർ, സീമോൻ പാസ്റ്റർ ഉൾപ്പെടുന്ന ഈ സഭയുടെ സകല പ്രിയപ്പെട്ടവരുടെയും നീണ്ട ഒരു വർഷത്തെ പ്രാർത്ഥനയാൽ ഈ കൺവെൻഷനിൽ എൻ്റെ ദൈവം ചില അത്ഭുതങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നതിനാൽ വചനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ, വചനത്തിന്റെ ശക്തിയാൽ വചനം അയച്ച് സൗഖ്യമാക്കുമെന്ന് 107-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഗ്രൗണ്ടിൽ ചില അത്ഭുതങ്ങൾ. ജീസസ് പ്രാണനാഥനെ, ഞങ്ങളത് വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് ഇവിടെ ഇറങ്ങി നിൽക്കുന്ന നിങ്ങൾ കാണുന്നു. ചില വേർഡ് ഓഫ് ഗോഡ് എൻകൗണ്ടറുകൾ, ചില പ്രൊഫറ്റിക് എൻകൗണ്ടറുകൾ, ചില ഏഞ്ചലിക് എൻകൗണ്ടറുകൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ഞങ്ങളിത് വിശ്വസിക്കുന്നു കർത്താവേ. ഈ അന്ത്യകാലഘട്ടത്തിൽ തമ്പുരാൻ ഇറങ്ങി വന്ന ജനത്തിന്റെ മധ്യേ ചിലത് വെളിപ്പെടുത്താൻ പോകുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം. വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിലേക്ക് വേലക്കാരനെ അയക്കേണ്ടതിന് യജമാനനോട് യാചിപ്പിൻ. ഇത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 37-38 കിടന്നൊരു വാക്യം. ആ വാക്യത്തിനകത്തൊരു കോമ ഇല്ലായിരുന്നെങ്കിൽ, ഒരു സെമിക്കോളൻ ഇല്ലാതെ പോയിരുന്നെങ്കിൽ ആ വാക്യം എങ്ങനെ ആയിരുന്നേനെ? കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യവേലക്കാരോ ചുരുക്കം. എന്തായാലും ഇതിപ്പം ഒരു സെമിക്കോളൻ ഉള്ളത് കൊണ്ട് കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം. വേലക്കാരോ. എന്നാൽ സെമിക്കോളൻ ഇല്ലാതെയും അത്യാവശ്യത്തിന് വായിക്കാം. കാരണം അതിനകത്തും ഒരു സത്യം ഇല്ലാതെ ഇല്ല. ഹല്ലേലൂയ. വയലിനകത്ത് നിൽക്കുകയാണ് നമ്മൾ. കൃപയുള്ള ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നോട് ഈ അടുത്ത സമയത്ത് ഒരു പ്രസംഗം കഴിഞ്ഞ് ഒരു 4-5 ചെറുപ്പക്കാർ, ആ നാട്ടിലുള്ളവരാ, അവരെ ഇറങ്ങി ആ ഗ്രൗണ്ടിലോട്ട് വന്നിട്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു, ജനമെല്ലാം പോയി, ഞാനും സംഘാടകരും മാത്രമേ ഉള്ളൂ. ഞാൻ വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോൾ ചോദിച്ചു, സാറേ പ്രസംഗിച്ച സാറല്ലേ? അതെ, ഞങ്ങൾ കാത്തു നിൽക്കായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ സഭയിലുള്ളവരൊന്നും അല്ല, പ്രസംഗം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒത്തിരി സന്തോഷമായി. ഒരു സംശയം ചോദിച്ചാൽ സാറിന് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല, ചോദിച്ചോളൂ. അപ്പോൾ അവിടുത്തെ പാസ്റ്ററും പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. സാർ, ഈ പെന്തക്കോസ്ത് ചർച്ചക്കാർ ഓരോരോ പേരും ഓരോ ബോർഡും വെച്ച് ഇങ്ങനെ പലയിടത്തും പല സഭകളല്ലേ, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്നുകൂടെ? ഒന്നിച്ച്
ഒറ്റ സഭയായിക്കൂടെ? ഇതാണ് ചോദ്യം. ഏതും പോരാത്ത എന്നോട് ഞാൻ പറഞ്ഞ താല്പര്യമുണ്ട്. എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ആരാധനിക്കുവാനുള്ള ഗ്രൗണ്ടോ കെട്ടിടവും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളത് ചെയ്തു തരാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അടുത്ത ഞായറാഴ്ച മുതൽ. അപ്പോൾ അവർ ചോദിച്ചാൽ എത്ര പേര് വരും? ഞാൻ പറയും തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ 2-3 ലക്ഷം പേര് വരും, അത്രേ ഉള്ളൂ. അതിനുള്ളൊരു ഹോളോ എന്തെങ്കിലും നിങ്ങൾ പണം തരാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ യുജിയും അപ്പോസ്തലിക്കും എല്ലാം കൂടി ഒരുമിച്ച്. അതുകൊണ്ട് പറഞ്ഞാൽ അത് ഞങ്ങളെങ്ങനെ പണിയും? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അല്ല ആഗ്രഹം, നിങ്ങൾക്കല്ലേ ഞങ്ങൾ ഒന്നിക്കണമെന്ന്. അല്ല സാറ്, അങ്ങനെ ഒന്നിച്ച് കൂടിയില്ലേലും നിങ്ങൾക്ക് അല്ലാതെ ഒന്ന് യുണൈറ്റഡ് ആയിട്ട് പോകാമല്ലോ. കാരണം അവർക്കത് പണം തരാൻ പറ്റുകയല്ലെന്ന് എനിക്ക് ഉറപ്പായി. പിന്നെ അവർക്ക് അറിയേണ്ടത് എന്താ, ഇങ്ങനെ IPC, ചർച്ചോകോട്, ഷാരോന്, UG, അമ്മ അപ്പോസ്തലിക്കെന്ന് പറഞ്ഞ് നിൽക്കുന്ന. അപ്പം ഞാൻ പറഞ്ഞു മക്കൾ അതിൻ്റെ ഉത്തരവും കൂടെ പറയാം, എന്നിട്ട് നമുക്ക് പിരിയാം. കോട്ടയത്ത് പാച്ചി ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു നെല്ല് രാജാവ് ഉണ്ടായിരുന്നു. അവളുടെ പേര് പാച്ചി ഫിലിപ്പ് എന്ന. 24,000 പറ കണ്ടമുണ്ടായിരുന്ന ആൾക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഇത് ഓൺലൈനിൽ പോകുന്ന അറിയാം. പാച്ചി ഫിലിപ്പ് എന്ന് കേട്ടാൽ കോട്ടയം ഞെട്ട്. ഈര, കാവാലം ഉൾപ്പെടെ ചങ്ങനാശ്ശേരി ഭാഗങ്ങളിൽ നെൽപ്പാടങ്ങൾ ഒരുപാട്. 24,000 പറ കണ്ടത്തിന് വരമ്പില്ലെങ്കിൽ എങ്ങനെ വിതയ്ക്കും? 24,000 പറ കണ്ടത്തിന് വരമ്പില്ലെങ്കിൽ എങ്ങനെ കളപറിക്കും? 24,000 പറ കണ്ടത്തിന് വരമ്പില്ലെങ്കിൽ, അമേൻ, റജി മങ്ങാൻ ഇരിപ്പുണ്ട് അറിയാം, അമേൻ, കോട്ടയത്തെ അല്ലേ ഞാൻ പറഞ്ഞ. 24,000 പറ കണ്ടത്തിന് വരമ്പില്ലെങ്കിൽ എങ്ങനെ കൊയ്യും? ഇനി കൊയ്ത കറ്റ എങ്ങനെ കൊണ്ടുപോകും? അങ്ങനെ കൊയ്ത കറ്റ കൊണ്ടുപോകാനും വളമിടാനും നല്ലപോലെ നെല്ല് വിതയ്ക്കാനും കള പറിക്കാനും വേണ്ടി ഞങ്ങളിങ്ങനെ ഓരോ വരമ്പ് വെച്ചിട്ടുണ്ട്. പക്ഷെ കണ്ട ഒരാളുടെയാ. കൃപയുള്ളവർ ആരാധിച്ചു. വരമ്പുകൾ ഒത്തിരി ഉണ്ടെങ്കിൽ വയൽ ഒറ്റയാളുടെയാ. കൃപയുള്ളവരെല്ലാം കർത്താവിനെ ആരാധിക്കുക. ഇത്രയും നല്ലൊരു കാര്യം നിങ്ങൾക്ക് കേട്ടാൽ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് എങ്ങനാ? വേർഡുകൾ ഒരുപാടുണ്ടെങ്കിലും ഞങ്ങളൊന്നാ. അടുത്ത സെന്റൻസുകൾ പറയുക, ലോകം മുഴുവൻ ഓൺലൈനിൽ കേൾക്കുക. കൃപയുള്ള ആരാധിച്ചോ. ഞങ്ങളെ തിരിച്ചറിയുന്ന ഞങ്ങളുടെ സ്വഭാവം കൊണ്ടാ. ഏത് ബോർഡ് വെച്ചവരാണെങ്കിലും ഞങ്ങൾ മദ്യപിക്കുന്നവരല്ല, ഞങ്ങൾ കൊലപാതകളല്ല, ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നവരല്ല, ഞങ്ങൾ ബസ് പിക്കറ്റ് ചെയ്യുന്നവരല്ല, ബസ്സിനിട്ട് കല്ലെടുത്തെറിയുന്നവരല്ല, ഞങ്ങൾ ഹർത്താൽ നടത്തുന്നവരല്ല, ഞങ്ങൾ മന്ത്രിമാരെ വഴി തടയുന്നവരല്ല. കൃപയുള്ളവരുണ്ട് എൻ്റെ കൂടെ നിൽക്കുക. ഈ സ്വഭാവങ്ങൾ കോമൺ ആണ് ഞങ്ങളുടെ. ഈ സ്വഭാവങ്ങൾ ഞങ്ങളുടെ എല്ലാം ഒന്നാ. ബോർഡ് വേറെ ആണെങ്കിലും ഞങ്ങൾ ഒന്നാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ മുദ്രാവാക്യമേ ഉള്ളൂ, അത് ഹല്ലേലൂയയാണ്. അത് ഏത് സഭയായാലും. പോരാ പോരാ, കണ്ടില്ല കൺവെൻഷൻ ഗ്രൗണ്ടിൽ ആരാധന ഇത് പോരാ. ഞങ്ങളുടെ മുദ്രാവാക്യം ഒന്നാ, ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. നല്ലപോലെ ആരാധിക്കുക. ഞങ്ങളുടെ മുദ്രാവാക്യം ഒന്നാ. ബോർഡുകൾ പലതുണ്ടെങ്കിലും ആമേൻ. പിള്ളേരെന്നെ പിന്നെയും വിടത്തില്ല. അവർ ചോദിക്കുക, അതെന്തിനായി ബോർഡ് പലത്? മക്കളെ, എന്നാൽ പിന്നെ അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. ബോർഡ് പലത് വെച്ചിരിക്കുന്നേ. ചില വീരന്മാർ ജീവിതത്തിൽ ഒരിക്കലും വിതയ്ക്കാതെ, ജീവിതത്തിൽ ഒരിക്കലും കളപറിക്കാതെ, നല്ല നെൽമണി കാണുമ്പം ഇതെൻ്റെ ആന്ന് പറഞ്ഞ് ചാടിക്കയറും. അത് നടക്കില്ല, അത് നടക്കില്ല. അവൻ വയലിനകത്ത് അധ്വാനിച്ചവന്റെ വയല് തമ്പുരാന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ബോർഡ് വെച്ചെന്നുള്ളതേ ഉള്ളൂ. തമ്പുരാൻ എല്ലാം കഴിയുമ്പോൾ ബോർഡ് എടുത്തങ്ങ് മാറ്റും. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇസഹാക്കിനെ കണ്ടു കഴിഞ്ഞാൽ റെബേക്ക ഒട്ടകത്തിൽ ഇരിക്കണ്ട, അവൾ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങും. റെബേക്ക മാത്രമേ ഇസഹാക്കിന്റെ കൂടാരത്തിൽ കയറൂ, ഒട്ടകം കയറത്തില്ല. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓരോ ഒട്ടകവും ഇസഹാക്കിന്റെ കൂടാരത്തിൽ കയറത്തില്ല. ഇസഹാക്കിനെ കണ്ടു കഴിഞ്ഞാൽ റെബേക്ക, സഭയുടെ നിഴലായ റെബേക്ക, ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങും. കൃപയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന് 8-9 വായിച്ച് ഒന്ന് തുടങ്ങാം. യെസ്, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8-9. അവർ കൊയ്യുന്ന
നിലത്തിന്മേൽ അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബോവസ് രൂത്തിനോട് പറയാ, ഈ വയലിൽ അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. എവിടെ? ഇത് എവിടുത്തെ കാര്യം പറയുന്നത്? വയലിലെ കാര്യമല്ലേ? പറഞ്ഞോ കൂടെ പറഞ്ഞോ, വയലിലെ കാര്യമല്ലേ? അപ്പൊ വയലിലും സമയം കിട്ടിയാൽ ഞോണ്ടുന്നവരുണ്ട്. ഞാൻ ഈ വയലിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്, രൂത്തിനെ തോട്ടരുത്. അപ്പൊ വയലിലും ഉപദ്രവിക്കുന്നവർ ഉണ്ട്. കൃപയുള്ളവർ സ്തോത്രം പറഞ്ഞൊരുതാട്ടെ. സങ്കീർത്തനം 78 2 വാക്യത്തിൽ അവൻ ഉപമകൾ പ്രസ്താവിപ്പാൻ വാ തുറക്കും. അവൻ ഈ വയലും ഈ വയലിലെ അധ്വാനവും വയലിലെ നിധിയും ഇതെല്ലാം കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറയുമ്പോൾ സുവിശേഷ വയലിനെ തമ്പുരാനൊന്ന് ഒരാലങ്കാരിക ഭാഷയിൽ, ആമേൻ, അതിൻ്റെ ശരിയായ മലയാള പദം പറഞ്ഞാൽ സാദൃശ്യ മൂലകാല അലങ്കാര ഭാഷയിൽ, അങ്ങനെ അതൊരു ദൃഷ്ടാന്ത ഭാഷയാണ്, അത് ഒരു അനുമാനമാണ്, ഒരു പഴമൊഴി പോലാണ്. അങ്ങനെയാണ് തമ്പുരാൻ പറഞ്ഞത്. ഒരു വയൽ, ആ വയലിനകത്ത് കുറേ ജോലിക്കാർ. ആമേൻ. വയലിനകത്ത് വന്ന രൂത്തിനോട് പറഞ്ഞു, നീ അവരുടെ പിന്നാലെ പോകണം. അവർ കൊണ്ടുപോകുന്ന കതിരിൽ നിന്ന് വീഴുന്ന മണികൾ പെറുക്കണം. ആദ്യം സുവിശേഷവൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കറ്റേ കയറി പിടിക്കരുത്, മണി പെറുക്കണം. ആദ്യം മണി പെറുക്കി നീ നിൽക്കുമെന്ന് കണ്ടാൽ തമ്പുരാൻ കതിരിട്ട് തരും. അങ്ങനെ നീ മണി പെറുക്കി ശാന്തമായിട്ട് നിന്നാൽ നിനക്ക് കതിരുകൾ കിട്ടാൻ തുടങ്ങും. നീ കതിരുകൾ പെറുക്കി താഴ്മയോടെ നിൽക്കാമെങ്കിൽ താമസവനാ നീ കറ്റകൾ പെറുക്കാൻ തുടങ്ങുമോ? കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. വയലിലോട്ട് വന്നാൽ ഉടനെ കറ്റ കിട്ടില്ല, വന്നാൽ ഉടനെ കതിര് കിട്ടില്ല. ചിലപ്പോൾ കുറച്ചു നാൾ മണി പെറുക്കേണ്ടി വരും. ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് സമാധാനത്തോടെ ഇവിടെ അധ്വാനിക്കുവാൻ തമ്പുരാൻ ബോവസ് എന്ന വീണ്ടെടുപ്പുകാരൻ ഈ വയലിനകത്ത് ഒരുപാട് പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ആഴങ്ങളിലേക്ക് പോകാൻ പോവാ. എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. സ്തോത്രം. ഇരുന്നുകൊണ്ടൊക്കെ സ്തോത്രം പറയാൻ പറ്റുന്നില്ലെങ്കിൽ എഴുന്നേറ്റൊക്കെ നിന്ന് ആരാധിച്ചോണം കേട്ടോ. നമ്മൾ അവിടേക്കൊന്ന് പോകാൻ പോവാ. ഈ വയലിനകത്ത് ഒരുപാട് പേരിങ്ങനെ അധ്വാനിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. സ്വർഗരാജ്യം വയലിൽ അധ്വാനിക്കുന്ന നിധി കണ്ടെടുക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ദൃഷ്ടാന്തമായി, ആമേൻ, ഒരു സാദൃശ്യ കല രൂപ ആലങ്കാരിക ഭാഷയിൽ എൻ്റെ പ്രാണനാഥൻ പറഞ്ഞിടത്തേക്ക് നിങ്ങളെ ഞാനൊന്ന് കൊണ്ടുപോകുക. നിങ്ങളുടെ മനസ്സിലേക്ക് വിഷ്വലായിട്ടൊരു വയൽ വരട്ടെ. ഒരു കഴുതയോ ഒരു കാളയോ ഒരു കലപ്പയിൽ പൂട്ടി ആ കലപ്പയുടെ പുറകുവശത്ത് ഒരു മനുഷ്യൻ നിന്ന് ആ കലപ്പയ്ക്ക് ഒരു നുകം, എൻ്റെ കൂടെ നിൽക്കുക, ആ കലപ്പയ്ക്ക് ഒരു നുകം, ആ നുകത്തിൻ്റെ അടിയിൽ 6 ഇഞ്ചോ 9 ഇഞ്ചോ നീളമുള്ള ഒരു നഖം. ആമേൻ. ഒരു കാളയുടെ കഴുത്തിൽ ഒരു കലപ്പ, അല്ലെങ്കിൽ ഒരു കഴുതയുടെ കഴുത്തിൽ ഒരു കലപ്പ, കലപ്പയിൽ ആമേൻ ഒരു നുകത്തിൻ്റെ കുറ്റി, ആ നുകക്കയറ് അതിൻ്റെ നുകക്കമ്പിൽ ചുറ്റിയിട്ട് ആ നുകത്തിൻ്റെ അടിയിൽ ഒരു 6 ഇഞ്ചോ 9 ഇഞ്ചോ നീളമുള്ള ഒരു നഖം. ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന മനുഷ്യൻ ആ വയലിലൂടെ ഈ ആ കാളയെ അല്ലെങ്കിൽ കഴുതയെ ഇങ്ങനെ ഉഴുതു കൊണ്ടുപോകുക. അതിൽ വിത്ത് വിതയ്ക്കുവാൻ നിലം ഉഴുതുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ വാക്യവുമായിട്ട് ബന്ധമുള്ള ആ പരാമർശം കയറി വരുന്നത്. ഇന്ന് രാത്രി കർത്താവിൻ്റെ വയലിൽ അവൻ ഉഴുതു മറിക്കുന്ന, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ, അവൻ ട്രാക്ട് കൊടുക്കുന്നവരെ, വീടുകൾ തോറും വിജയം അറിയുന്നവരെ, സഭാ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തൊരു തീ കത്താൻ തുടങ്ങ.
തുടങ്ങട്ടെ. ഈ അധ്വാനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. ആ വയലിൽ അനേക ആൾക്കാരുണ്ട്. തിരുവനന്തപുരത്ത് 30,72,000 ജനങ്ങൾ, കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും മാത്രം 10,00,000-ലധികം. 77 ഗ്രാമപഞ്ചായത്തുകൾ, 12 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 5 മുനിസിപ്പാലിറ്റികൾ, ഒരു കോർപ്പറേഷൻ. തീർന്നില്ല. കൃപയുള്ളവർ ആരാധിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഏകദേശം 3300 ക്രിസ്തീയ സഭകളും ഏകദേശം അത്രയും തന്നെ അക്കം വരുന്ന ആമേൻ ദേവാലയങ്ങൾ മറ്റുമുണ്ട്. ഇതെല്ലാമുള്ള തിരുവനന്തപുരത്ത് ആമേൻ കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ, 12,000 ദൈവദാസന്മാർ ഇപ്പോൾ വയലിൽ ഉഴുന്നുണ്ട്. കാളയെ കെട്ടിയ കലപ്പയുമായി അതിൽ നഖവും നുഖവുമൊക്കെയായി ഏകദേശം സഭാ ശുശ്രൂഷയല്ലാതെ പ്രസംഗകരായി, പ്രവാചകന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി വ്യത്യസ്ത നിലകളിൽ സഭയുടെ തലപ്പത്തിരിക്കുന്നവരുൾപ്പെടെ ഏകദേശം 12,000-ഓളം തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കർത്താവിന്റെ വേലയിലുണ്ടെന്ന് പറയുമ്പോൾ ആ വേലയിൽ ഉള്ളവര്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് നല്ലപോലെ കർത്താവിനെ ആരാധിച്ചാട്ട് അസാധാരണമായ ദൈവ സാന്നിധ്യം. അവൻ ഇനി ഞാൻ ദൈവദാസന്മാർ പറയാ, തിരുവനന്തപുരത്തെ 30,72,000 വരുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തിരുവനന്തപുരം തമ്പുരാന്റെ വചനം കൊണ്ട് നിറയാ, ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയാ. തിരുവനന്തപുരം ജില്ല. യെസ്, കൃപയുള്ളവരെന്റെ കൂടെ ആരാധിച്ചാട്ടെ, കൃപയുള്ളവരെന്റെ കൂടെ പ്രാർത്ഥിച്ചാട്ടെ, കൃപയുള്ളവരെന്റെ കൂടെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഈ വയലിൽ ശ്രദ്ധിക്കൂ, ഒരു ഭയങ്കര വയൽ. ആമേൻ. കലപ്പ വെച്ച്, കലപ്പയുടെ പുറകിൽ ഒരാൾ നിൽക്കുന്നു. ഈ മണ്ണിനകത്ത് 6 ഇഞ്ചോ 9 ഇഞ്ചോ നീളമുള്ള നഖം, നുഖത്തിന്റെ അടിയിൽ മണ്ണിനകത്തേക്ക് ആഴ്ന്നിറങ്ങുന്ന സാധനത്തിന്റെ പേരാണ് നഖം. അതിറങ്ങുന്നു. ഈ പുറകിൽ, കലപ്പയുടെ പുറകിൽ പിടിച്ചിരിക്കുന്നവൻ ആ കലപ്പ കൊണ്ടുപോകുന്ന ആ മൃഗത്തെ, ആ മൃഗം പോകുന്നതനുസരിച്ച് കൊണ്ടുപോകുക. അവന്റെ കയ്യിൽ ഒരു ചെറിയ ചാട്ട പോലെ സാധനമുണ്ട്, വടി. അതനുസരിച്ച് പോകുക. അതിനപ്പുറത്തൊരാൾ, എല്ലാവരും വയലിൽ അധ്വാനിക്കുക. ഇതൊരു വലിയ ഒരു മുതലാളിയുടെ വയലാ. അവൻ 1000-കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ആ വയലിൽ അധ്വാനിക്കുന്നുണ്ട്. അവൻ ചിലർ രാവിലെ പണി തുടങ്ങി ഏകദേശം 300 അടി അല്ലെങ്കിൽ 400 അടി അത്രയുമൊക്കെ ഉഴുതു കഴിഞ്ഞപ്പോൾ ചിലരങ്ങ് തീരാറായി. ആമേൻ. ഇതൊരു കോൺട്രാക്റ്റാ. ഇത്ര സ്ഥലം ഉഴുതാൽ 1 വെള്ളിക്കാശ് ശമ്പളം. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്നത്തെ കാലമല്ല, പണ്ടത്തെ കാലത്തിലാണ് ഉപമ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ചിലർ വന്നിരിക്കുന്നത്, കലപ്പയും കൊണ്ട് വന്നിരിക്കുന്നത്, എങ്ങനെയും കോൺട്രാക്ട് തീർക്കണം, 1 വെള്ളിക്കാശ് കിട്ടണം, ജീവിക്കണം. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പലതരം പണിക്കാരുണ്ട്. ചിലർ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്ട് എങ്ങനെയും തീർക്കണം. അവൻ സ്തോത്രം. ഞായറാഴ്ച രാവിലെ 10 മണിയാകണം, 2 പാട്ട് പാടണം, ഒരു ഉഴപ്പൻ സാക്ഷ്യം പറയണം, അവൻ ഒരു സങ്കീർത്തനം വായിക്കണം, സ്തോത്ര കാഴ്ച ദശാംശം നന്നായിട്ട് എടുക്കണം, ആശീർവാദം പറയണം. ഇത്രേ ഉള്ളു പണി, വേറെ പണിയൊന്നുമില്ല. ശനിയാഴ്ച ഒരു പണിയില്ല. വെള്ളിയാഴ്ച രാവിലെ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ട്. തൊഴിലുറപ്പിന് പോകാത്ത 5 പേര് വരും. ഒരു പ്രാർത്ഥന 12 മണിയാകുമ്പോൾ അത് തീരും. അവൻ ഈ വയലിനകത്ത് ഈ സൈസ് അധ്വാനങ്ങളുമുണ്ട്. ഇങ്ങനെ പലരും പല സൈസിലാണ് ഇതിനകത്ത് അധ്വാനിക്കുന്നത്. അങ്ങനെ പലരും അധ്വാനിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യൻ, കൃപയുള്ളവരെൻ്റെ കൂടെ നിൽക്കുക, ഒരു മനുഷ്യൻ വളരെ പുറകിലാ. എല്ലാവരും അവരുടെ ടൈം അനുസരിച്ച് അത് മുഴുവൻ ചെയ്തു തീർക്കാൻ അവരവരുടെ മൃഗത്തെ കൊണ്ട്, കലപ്പയും കൊണ്ട് ഓടുമ്പോൾ, അവരങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വളരെ പുറകിലാ. അയാൾ വളരെ സ്പീഡ് കുറവാ. അയാളുടെ നിലം അധികം അങ്ങോട്ട് ഉഴുതുന്നില്ല. എന്താന്ന് നോക്കിയപ്പോൾ മനസ്സിലായി, അവൻ 9 ഇഞ്ച് ആഴത്തിൽ ഈ നഖം, ഈ കാള വലിച്ചോണ്ട് പോകുന്നത് പോരാഞ്ഞിട്ട് ഈ ഒരു മനുഷ്യൻ, ഈ ഒരാൾ, എൻ്റെ
എൻ്റെ കൂടെ വാ, കൃപയുള്ളവർ എൻ്റെ കൂടെ വാ. അയാൾ അങ്ങനല്ല, അയാൾ നഖത്തെ കേറി നിന്ന് നഖമാഴത്തിലോട്ട് ചവിട്ടി ഇറക്കി മണ്ണിനകത്തുകൂടി മറ്റാരും വലിക്കാത്തതുപോലെ അവന്റെ കലപ്പ ആഴത്തിലൂടെ വലിയുക. ഓ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇങ്ങനൊന്നും നിലവിടേണ്ട കാര്യമില്ല, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്താൽ പോരെ. എന്നാൽ ഇന്ന് രാത്രി ചില വ്യത്യസ്തരായ ദൈവവേലക്കാരുണ്ട്. ഓ, കമോൺ കമോൺ, ചിലർ വ്യത്യസ്തരായ ദൈവവേലക്കാരുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലല്ല, എല്ലാവരും ആരാധിക്കുന്ന പോലല്ല, എല്ലാവരും പ്രസംഗിക്കുന്ന പോലല്ല, എല്ലാവരും പാടുന്ന പോലല്ല, എല്ലാവരും ചെയ്യുന്നത് പോലെ അല്ല. ഓ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇദ്ദേഹം ഒന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല. ആമേൻ. ഇദ്ദേഹം ഒന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല. സ്തോത്രം. ആമേൻ. നിങ്ങളൊരു കാര്യം അറിയണം. ആമേൻ. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രാർത്ഥിക്കുന്നവരൊരു കാര്യം അറിയണം. ഈ കൺവെൻഷനിൽ ആമേൻ പ്രസംഗിച്ചൊരു ദൈവദാസൻ ഈ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്. സ്തോത്രം പറ. ഈ കൺവെൻഷനിൽ പ്രസംഗിച്ചൊരു ദൈവദാസനെ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് വീട്ടിൽ പോയിക്കൂടെ? അദ്ദേഹത്തിന് വീട്ടിൽ പോയിക്കൂടെ? എന്നാൽ കേട്ടോ, അദ്ദേഹം എല്ലാവരെയും പോലെ അല്ല. ആമേൻ. എല്ലാവരെയും പോലെ അല്ല. ചിലരൊക്കെ പാട്ട് കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോകും, പാട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോകും. ഇവിടെ ഒറ്റയാളും വീട്ടിൽ പോയിട്ടില്ല. അവരെല്ലാവരെയും പോലെ അല്ല. ഓ, എത്ര പേർക്ക് മനസ്സിലായി? തിരുവനന്തപുരത്ത് ഒരുപാട് കൺവെൻഷൻ നടക്കുന്നുണ്ട്, എന്നാൽ കണ്ടില കൺവെൻഷൻ അങ്ങനെയല്ല. കാരണം ഷീമോൻ പാസ്റ്റർ എല്ലാവരെയും പോലെ അല്ല. ഓ, എൻ്റെ കൂടെ ഒന്ന് വാ, കയറി വാ, കൃപയുള്ളവരെന്ന് കയറി വാ. എല്ലാവരെയും പോലെ അല്ല, എല്ലാവരെയും പോലെ അല്ല. ഇന്ന് രാത്രി അവിടെ ഇരുന്നുകൊണ്ട് പറ, ഞാൻ എല്ലാവരെയും പോലെ അല്ല. ഞാൻ സ്വോത്ര കാഴ്ചയ്ക്ക് വേണ്ടി ഇറങ്ങിയവനല്ല, ഞാൻ ആമേൻ അല്ല ദശാംശത്തിന് വേണ്ടി ഇറങ്ങിയവനല്ല. 3 ആത്മാക്കളും 50 പേരും 4 ചുവരുമായിട്ട് ജീവിതം അവസാനിപ്പിച്ച് ഉള്ള കുഴിമന്തിൽ നിന്ന് ഷുഗർ പിടിച്ച് ചാകാൻ ഇറങ്ങിയവനല്ല. ഞാൻ എല്ലാവരെയും പോലെ അല്ല. പറ, ഞാൻ എല്ലാവരെയും പോലെ അല്ല. വ്യത്യസ്തനായി 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 വ്യത്യസ്തനായി. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് ഇതിനകത്തുനിന്ന് വ്യത്യസ്തമായ കൃപയുള്ള ചിലരെ തമ്പുരാൻ തെരഞ്ഞെടുക്കാൻ പോവാ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അത് ഞാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഇവിടെ എല്ലാവരും ഓടുന്നുണ്ട്, എന്നാൽ തിരുവനന്തപുരത്ത് നീ കാലി ചവിട്ടുന്നിടത്ത് തീ കത്തുന്നവരെ, ഓ, ആരാ ഇന്ന് രാത്രി ഇതിനകത്ത് ആരോടാ ദൂത് പറയുന്നത്? നീ കാലി ചവിട്ടുന്നിടത്ത് ദൈവത്തിന്റെ തീ കത്തുന്നവർ, ഓ, നീ പാർക്കുന്ന ദേശത്ത് നീ എഴുന്നേറ്റ് നിന്നാൽ അത്ഭുതം നടക്കുന്നവർ, വ്യത്യസ്തരായവരെ, വളരെ യുണീക്കായിട്ടുള്ളവരെ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളവരെ ഈ രാത്രികാലം എന്റെ തമ്പുരാൻ തെരഞ്ഞെടുക്കുക. ഏലിയാവ് എല്ലാവരെയും പോലെ അല്ല. സീദോന്യ രാജാവായ യത്ബാലിന്റെ മകൾ 850 കള്ളപ്രവാചകന്മാർക്ക് കഞ്ഞി വെച്ചവൾ, ഇസബേലും അവളുടെ കെട്ടിയവൻ ആഹാബും, ആ നാട്ടിലെ സകല ഊട്ടപ്പിശാചും ബാലും അശേരയും ഉൾപ്പെടെ അവന്റെ ഏജന്റന്മാരും അവന്റെ വിജിലൻസും ക്രൈംബ്രാഞ്ചും അവന്റെ CBIയും ഓടിച്ചിട്ട് തപ്പിട്ടും ഏലിയാവിന്റെ പൊടി പോലും കിട്ടിയില്ല. അവൻ ആള് വേറെയാ. കൃപയുള്ള എൻ്റെ കൂടെ, അവൻ ആള് വേറെയാ, അവൻ ആള് വേറെയാ. സ്വത്രം. സിംഹത്തിന്റെ മനസ്സ് മാറ്റിയവനാണ് ദാനിയേൽ. ഒരു സിംഹം ഒരു നേരം കഴിക്കുന്ന 37 കിലോ ഇറച്ചിയാ. ഇതറിയണമെങ്കിൽ സിംഹശാസ്ത്രം പഠിക്കണം. എൻ്റെ പാസ്റ്റർ അങ്ങനെയൊക്കെ ഉണ്ടോ? ആനശാസ്ത്രം എന്നൊരു ശാസ്ത്രമുണ്ട്. ആനപ്പാപ്പാൻ ചായ കുടിക്കാൻ പോകുമ്പോൾ ആനയുടെ കാലിൽ ഒരു വടിയവൻ വെച്ചിട്ട് പോകും. അവൻ ചായ കുടിച്ചിട്ട് തിരിച്ചു വരുന്നത് വരെ ആന അനങ്ങില്ല. അതിൻ്റെ പേരാണ് ആനശാസ്ത്രം, എലിഫന്റ് സയൻസ്. അവൻ 37, ഏറ്റവും കുറഞ്ഞതൊരു സിംഹം കഴിക്കുന്ന 37 കിലോ ഇറച്ചിയാ. ദാനിയേലിനെ ഇട്ട കൂട്ടിനകത്ത് എത്ര സിംഹം ഉണ്ടായിരുന്നു പാസ്റ്ററെ? അറിയത്തില്ലെന്ന് പറഞ്ഞോളൂ. അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, കാരണം ബൈബിളിലല്ലോ, നമുക്കത് അറിയത്തില്ല. പക്ഷെ ചുമ്മാ രുചോ പാസ്റ്റർ, നമ്മൾ ഇന്ന് രാത്രി തീരുമാനിക്കുന്നു 10 സിംഹം, വെറുതെ 10 സിംഹത്തിൻ്റെ കുടുംബങ്ങൾ എന്നാ. 10 സിംഹം, 10 സിംഹത്തിന് 370 കിലോ ഇറച്ചി വേണം. 370 കിലോ ഇറച്ചി വേണം. ഈ ശാഖപദാർത്ഥം തിന്നുന്ന ദാനിയേലിനെ കടിച്ചു മറിച്ചാൽ ഒരാൾക്ക് 1 കിലോ വെച്ച് പോലും കിട്ടുകയില്ല.
അതുകൊണ്ട് പല്ലിനിടെ കയറാൻ വേണ്ടി മാത്രം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് സിംഹവും തീരുമാനിച്ചു. കൃപയുള്ളവരൊന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുക. പല്ലിനിടെ കയറാൻ വേണ്ടി മാത്രം ഒരു ഇറച്ചി തീറ്റി വേണ്ട. വയറ് നിറയുന്നില്ല, പിന്നെ എന്തിനാ? അവൻ 8 പൊറോട്ട തിന്നുന്നവൻ 2 ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് കൊടുത്താൽ അവൻ ബിസ്ക്കറ്റ് തിന്നുമല്ല, അവനെ തിന്ന് അലറിക്കാരെയും. അത് ചെയ്യാതിരിക്കാൻ, അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. തന്നെയല്ല, ഒരു ദൂതുകൂടെ പറഞ്ഞ വിടാ. അവൻ സിംഹത്തിൻ്റെ ഗുഹയുടെ വാതുക്കൽ രാജാവ് കല്ലുകൊണ്ട് വെച്ചിട്ട് കല്ലിന് മുദ്ര വെച്ചപ്പോൾ തമ്പുരാൻ, ഇവൻ കല്ലിന് മുദ്ര വെച്ചുകൊണ്ട് തമ്പുരാൻ സിംഹത്തിൻ്റെ പല്ലിനും കൂടെ മുദ്ര വെച്ചു. കൃപയുള്ളവരെല്ലാം എൻ്റെ കൂടെ നിൽക്ക്. ഇന്ന് രാത്രി ഒരു ദൂത് വിളിച്ചു പറയാനാ. വ്യത്യസ്തനായവനെ, കൃപയിൽ വ്യത്യസ്തനായവനെ, പ്രാർത്ഥനയിൽ വ്യത്യസ്തനായവനെ, എല്ലാവരും രാജാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കിളിവാതിൽ തുറന്നിട്ട വ്യത്യസ്തനായവനെ, വ്യത്യസ്തമായി രക്ഷിക്കുന്ന ഒരു ദൈവം, വ്യത്യസ്തമായി സൂക്ഷിക്കുന്ന ഒരു ദൈവം. Come on. ഇന്ന് രാത്രി ദൂതിന്റെ ആഴമറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ദൂതിന്റെ ആഴമറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. പോകാം നമുക്ക്. എൻ്റെ കൂടെ നിൽക്കണം നിങ്ങൾ. ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. സ്തോത്രം. ശ്രദ്ധിക്കുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രസംഗം ഒത്തിരി നീട്ടുകയല്ല, പക്ഷെ അത് കഴിഞ്ഞ് ശുശ്രൂഷ ഇത്തിരി നീളും. ആമേൻ. ഇന്ന് രാത്രി ഇതിനകത്തൊരു വിടുതൽ നടക്കാൻ പോവാ. കൃപയുള്ളവൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെ സാധാരണ എല്ലാ പണിക്കാരും ആ വയലിൽ എല്ലാവരും മൃഗത്തിൻ്റെ വെയിറ്റ് കൊണ്ട് കലപ്പ, അതിൻ്റെ നുകം, അതിനകത്തെ നഖം മണ്ണിലിറങ്ങുന്നു, വലിച്ചു കീറി പോകുന്നു. ശമ്പളം കിട്ടണം, എങ്ങനെയെങ്കിലും സൂര്യമസ്തമയം തീരണം. ഒരാൾ മാത്രം വ്യത്യസ്തൻ. അവൻ നഖം ചവിട്ടി ഇറക്കുക. ഈ കാള ഇറക്കുന്ന പോരാഞ്ഞ് ഇവൻ ആ നഖത്തോലോട്ട് കാല് വെച്ച് കൊടുത്ത് മണ്ണിനകത്ത് കീറി ഇറങ്ങുക. നമുക്ക് അവനോട് ചോദിക്കാം, മനുഷ്യ, കർത്താവിൻ്റെ വിലക്കാരൻ, ബഹുമാനപ്പെട്ട പാസ്റ്ററെ, എല്ലാവരും കീറി മണ്ണും കൊണ്ട് പോകുന്നില്ലേ? ഇയാൾക്ക് അതുപോലെ പോയാൽ പോരെ? അയാൾ പറയാ, അവിടുത്തെ വിത്ത് നല്ല പോലെ മുളയ്ക്കില്ല, എന്നാൽ ഞാൻ ഉഴുന്നിടത്ത് ആഴത്തിൽ മണ്ണിളകുന്നത് കൊണ്ട് ഇവിടെ 100 മേനി വിളയും. എൻ്റെ കൂടെ വാ. കർത്താവിൻ്റെ വേല അഭിഷക്തന്മാരോട് പറയുന്നു, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യരുത്. നീ മുട്ടിന്മേൽ ഇരിക്കുക. നിന്റെ നഖങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങട്ടെ. ആ മണ്ണ് നല്ല പോലെ കീറട്ടെ. അത് 100 മേനി ഫലം കായ്ക്കും. 100 മേനി. പ്രാർത്ഥിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ ദേശത്ത് 100 മേനി, നിന്റെ തലമുറ ഫലം കായ്ക്കാൻ പോകുക. മക്കൾക്ക് വേണ്ടി കരയുന്നവരോട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആമേൻ. മണ്ണിനകത്ത് ആഴത്തിലേക്ക് നഖം ഇറക്കി പ്രാർത്ഥിക്കുന്നവർ, മണ്ണിനകത്ത് ആഴങ്ങളിലേക്ക് നഖം ചവിട്ടി ഇറക്കി ഉഴുന്നവരോട്, ആമേൻ. സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സൂചിച്ചാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും പണിയാമെന്ന പോലെ ഇയാൾ വന്ന ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇതൊരു വയലാ. ഈ വയലിനകത്ത് എവിടാ നിധി? ആർക്കും അറിയത്തില്ല. നിധിക്ക് അടയാളവും വെച്ചിട്ടില്ല. ആമേൻ. പക്ഷേ ഈ വയലിൽ സ്വർഗരാജ്യമുണ്ട്. ഈ വയലിനകത്ത് സ്വർഗരാജ്യമുണ്ട്. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പേര് ഹിഡൻ ട്രഷർ എന്നാണ്. ആമേൻ. ഗ്രീക്ക് ഭാഷയിൽ തെസോവോ എന്നൊരു വാക്കാണ്. ഈ തെസോവോ എന്ന വാക്കിന് ബീൻസിൻ്റെ ഗ്രീക്ക് ഡിക്ഷണറിയും മറ്റ് പല പുസ്തകങ്ങൾ പഠിച്ചപ്പോഴാണ് അത് എഴുതിയിരിക്കുന്നത്, ആദാമിൽ ഹവ്വ മറഞ്ഞിരുന്നത് പോലെ, എൻ്റെ കൂടെ വാ, ക്രിസ്തുവിൽ സഭ മറഞ്ഞിരുന്നത് പോലെ നിന്റെ സുവിശേഷ വേലയിൽ അവൻ സ്വർഗരാജ്യം എന്ന നിധി മറഞ്ഞിരിപ്പുണ്ട്. ആമേൻ. സ്തോത്രം പറഞ്ഞാട്ടെ. ഗാസാഫുലാക്കിയോൻ എന്നൊരു ഗ്രീക്ക് പദം ഈ ട്രഷർ എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ ആമേൻ സ്ട്രോങ് ഡിക്ഷണറി കൊടുക്കുന്നുണ്ട്. ഗാസാഫുലോക്കിയോൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഹൃദയത്തിനകത്ത് രഹസ്യം സൂക്ഷിക്കുന്നത് പോലെ ദൈവം നിനക്ക് വേണ്ടി മറ്റാരും കാണാത്ത ചില നിധികൾ
അതാണ് കൊരിന്ത്യർ ലേഖനം പറഞ്ഞ ചെവി കേട്ടിട്ടില്ലാത്തത്, പറ കണ്ണ് കണ്ടിട്ടില്ലാത്തത്. മോനെ, സ്റ്റേജുകൾ അഗ്നിഗോളമാക്കാൻ ഒരു പാട്ട് ലീഡർ അല്ല നീ. എഴുതിയിട്ടു അടുത്ത വേദികളിൽ, സ്റ്റേജുകളിൽ പ്രവചനാത്മാവിൽ ദൂതുകളുമായി അവൻ ജനത്തിനിടയിലേക്ക് നിന്നെ എഴുന്നേൽപ്പിക്കുന്നത്. ഇന്ന് രാത്രി ദൂത് ആരംഭിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനെ തൊടുകയാ, പരിശുദ്ധാത്മാവിനെ തൊടുകയാ. ഇതിനകത്ത് അഭിഷക്തരുടെ ഒരു വലിയ നിര കയറിയിട്ടുണ്ട്. ഇതിനകത്ത് ഹന്നാമാരുടെ ഒരു നിര കയറിയിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൽ ദബോരമാർ വന്നിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിനകത്ത് ഹന്നാമാർ വന്നിട്ടുണ്ട്. ഈ ഗ്രൗണ്ടില് എസ്തേറുമാർ വന്നിട്ടുണ്ട്. എന്താ? പട്ട് മാറ്റി റെട്ടിലിരിക്കാൻ കൃപയുള്ള എസ്തേറുമാർ, കരയുന്ന ഹന്നാമാർ. ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഈ ആബീൻ രാജാവിന്റെ സേനാ നായകനായ സീസറിയുടെ 900 ഇരുമ്പ് രഥങ്ങളെ പേടിയില്ലാത്ത ദബോരമാർ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്. തമ്പുരാൻ പറയാ, നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. വേർ ഇസ് യുവർ ട്രഷർ ദേർ ഇസ് യുവർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എവിടെയാണോ നിധിയുള്ളത് അവിടെയാണ് നിന്റെ ചിന്ത, അവിടെയാണ് നിന്റെ ഓർമ്മകൾ. ഇന്ന് രാത്രി നമ്മൾ നിധിക്കകത്തേക്ക് കയറാൻ പോവാ. എങ്ങനെയാണ് അയാൾക്ക് അന്നിധി കിട്ടിയത്? അതിനൊരു പ്രോസസ്സുണ്ട്. എല്ലാവരും ഉഴുന്ന പോലെ അയാൾ ഉഴുതു പോയപ്പോൾ കിട്ടിയതല്ല. ഇതിനൊരു പ്രോസസ്സുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ഇതിനകത്ത് ചിലരവരുടെ സുവിശേഷ വില ഒന്ന് തിരിച്ചുവിടാൻ പോവാ. അവരുടെ സുവിശേഷ വിലയ്ക്ക് അവരുടെ പാറ്റേൺ, ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ഒന്ന് മാറ്റാൻ പോവാ. ഉറപ്പ് നീതി നിങ്ങൾ കണ്ടിരിക്കും. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ട്രഡീഷൻ ഒന്ന് മാറ്റി, ആ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി ഒന്ന് മാറ്റി ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ പോവാണ്. നീതി കണ്ടിരിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നും തോന്നരുത്. ഇന്ന് രാത്രി എനിക്കൊരു നിധി കിട്ടുമെന്ന് ഉറപ്പുള്ളവരൊന്ന് കരുമൃതി കാണിച്ചാട്ടെ. നല്ല ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനിയിപ്പോൾ സ്വോത്ര കാഴ്ച പാത്രത്തിൽ 500 1000 ഇടുന്നതിന് എന്നാ കുഴപ്പം? നിധി കിട്ടുകല്ലേ. കൈ പൊക്കിയത് അബദ്ധമായെന്നായിപ്പോ ഇഷ്ടം. ഹല്ലേലൂയ. അമ്മേ, നമ്മൾ നിധിയിലോട്ട് തൊടുന്നതിന് മുമ്പ് ആ കാശം കൊടുത്തേക്കാം. അല്ലെ ചിലർക്കുണ്ടല്ലോ, ഇത് കയ്യിലിരിക്കുമ്പോൾ നിധിയിലോട്ട് കയറാൻ ബുദ്ധിമുട്ടാകും. ഇതന്നെയാണ് പറഞ്ഞത്, കടലിനകത്ത് കിടന്ന മീൻ്റെ കുടലിനകത്തിരുന്ന കാശ്. ഈ ചതുരധർമ്മപ്പണം മീൻ്റെ വായിക്കാത്തിരുന്നത് കൊണ്ട് മീൻ ഒരു വക കഴിക്കാനും മേല. അങ്ങനെ ചിലരുണ്ട്. ഫ്രിഡ്ജിനകത്ത് നിറച്ച സാധനമുണ്ട്, തുറന്നു നോക്കും, സഭാപ്രസംഗത്തിൽ ഒരു വാക്യം പറഞ്ഞ് അടയ്ക്കും, നീ കാണും തിന്നുകയല്ല. കാരണം ഷുഗറും പ്രഷറും അതും ഇതുമൊക്കെ. നമുക്കിതൊക്കെ ഒന്ന് മാറ്റി ഇന്ന് രാത്രി ദൈവത്തിനുള്ളത് ചതുരധർമ്മപ്പണം കർത്താവിന് കരം കൊടുക്കാനുള്ളതാണ്. ശാർത്തിച്ചിട്ടേച്ച് ബാക്കി പരിപാടി നോക്കാം. കർത്താവിനുള്ളത് നമ്മളങ്ങ് കൊടുക്കാൻ പോവാ. ഹല്ലേലൂയ. സന്തോഷമുള്ള എത്ര പേരുണ്ട്? യെസ്, ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വയലിനകത്ത് എല്ലാവരും അവരുടെ ജോലി വളരെ ധൃതിയിൽ ഓടി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തീർത്തിട്ട് അവർക്ക് കിട്ടുന്ന ശമ്പളം വാങ്ങി പോകാൻ വേണ്ടി അധ്വാനിക്കുമ്പോൾ വ്യത്യസ്തനായ ഒരാൾ, എ മാൻ, യുണീക് ക്യാരക്ടർ, വളരെ വ്യത്യസ്തമായ സ്വഭാവമുള്ളൊരു മനുഷ്യൻ ആ മുഖത്തിൻ്റെ നഖത്തിൻ്റെ ഭാഗത്ത് ചവിട്ടി എല്ലാവരും ഒരു മേൽപ്പരപ്പിലൂടെ ഒരു സാധാരണ രീതിയിൽ ഉഴുതു പോകുമ്പോൾ, മണ്ണിൻ്റെ ആഴത്തിലേക്ക് നഖമിറക്കി പോകുമ്പോൾ, അദ്ദേഹം ചവിട്ടി ഇറക്കി മുൻപോട്ട് പോകുമ്പോൾ കാള നിന്നു. എൻ്റെ കൂടെ നിൽക്കുന്നതിനോ ഒരു നിമിഷം കാള നിന്നു. ഭയങ്കരമായിട്ട് കാള കലപ്പ വലിക്കുന്നുണ്ട്, പക്ഷെ കലപ്പ ചലിക്കുന്നില്ല. ഈ ചവിട്ടി ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആ നുഖത്തിൻ്റെ നഖം എന്തേലോ ഒന്ന് തട്ടി. നിന്റെ സുവിശേഷ യാത്രയിൽ
നീ സാധാരണയായിട്ട് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എവിടെങ്കിലും നിന്റെ യാത്രയൊന്ന് തടഞ്ഞാൽ അതിനെ തകർക്കാനല്ല, ദൈവത്തിന് എന്തോ നിനക്ക് തരാനാ. ചില പ്രതികൂലങ്ങൾ നിന്നെ പിടിച്ചു നിർത്തുമ്പോൾ നിന്റെ യാത്രയിൽ നിനക്ക് ഉഴാൻ കഴിയാതെ ചിലപ്പോൾ നിന്റെ കലപ്പ എവിടെങ്കിലും ഉടക്കുമ്പോൾ ഓർത്തോ, അത് നിന്റെ നാശമല്ല, പകരം സർവശക്തനായ ദൈവം നിന്നെ ഒന്ന് നിർത്തിയ. എൻ്റെ കൂടെ നിൽക്കുക, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇവിടെ സംഭവിച്ചത്, ഇവൻ്റെ നഖം മുൻപോട്ട് പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ, ഇവൻ യൂണീക്ക് പേഴ്സണാണ്, വ്യത്യസ്തനാണ്, ഇവൻ അവിടോട്ട് മുട്ടുകുത്തി. സാധാരണ മനുഷ്യനാണ് എന്നാ ചെയ്യുമെന്നറിയാമോ? എവിടെങ്കിലും ഒന്ന് തട്ടിയാൽ ഇത് വലിച്ചൂരി എടുത്ത് ഫ്രണ്ടിലോട്ട് കുത്തും. അങ്ങനെ ആ പാലാ സുവിശേഷ വേല എവിടെങ്കിലും ഒരു തടസ്സമെന്ന് കണ്ടാൽ വലിച്ചൂരാൻ പറ്റിയില്ലെങ്കിൽ നാഗർകോവിലിൽ നിന്ന് 2 പാസ്റ്റർമാരെ കൂടെ വിളിച്ച് 3 പേരും കൂടി ഒരു ഉപവാസം വെച്ച് ഇത് വലിച്ചൂരി എടുത്ത് ഫ്രണ്ടിൽ കുത്തി പോകും. എൻ്റെ ആയുസ് നിധി കാണുകയില്ല. പക്ഷെ നിനക്കൊരു പ്രതികൂലം വരുമ്പം നീ കലപ്പ വലിച്ചൂരരുത്, നഖം വലിച്ചൂരരുത്. എവിടെ തടസ്സം വന്നോ അവിടോട്ട് മുട്ടുകുത്ത്. എന്നിട്ട് എന്തിലാ തട്ടിയെന്നറിയാൻ നീ ആഴത്തിലേക്ക് ഇറങ്ങണം. The power is moving. The power is moving. ഇന്ന് രാത്രി നിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, നിന്റെ യാത്രയിൽ എവിടെയോ നിന്റെ നഖം ഉടക്കിയിട്ടുണ്ടെങ്കിൽ, എവിടെയൊക്കെയോ നിന്റെ യാത്ര ഉടക്കിയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാ പറയുന്നു അതൊരു നിധിയലാണ്. ദൈവം നിനക്ക് തരാൻ തീരുമാനിച്ചിരിക്കുന്ന നന്മയിലാണ് ഈ പ്രതികൂലമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തിരിക്കുന്നവർ ഈ ദൂത് എന്നോടാന്ന് പറഞ്ഞ് ഒന്ന് ഏറ്റെടുക്കാൻ കൃപയുള്ള എത്ര പേര് ഗ്രൗണ്ടിലുണ്ട്? ഒന്ന് കാണട്ടെ. ഇത് എന്നോടാണ് ആ ദൂത് എന്നോടാണെന്ന് പറഞ്ഞ് ഈ രാത്രി ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നു. ഏറ്റെടുക്ക. അത് എന്നോടാന്ന് പറ. ഏറ്റെടുക്ക. ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ഇടപെടുന്നു. ഏറ്റെടുക്ക. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത് ഈ രാത്രി ഒന്ന് ഏറ്റെടുക്കാൻ. ഞാൻ ഇന്ന് രാത്രി പറയും, ഇതിനകത്ത് ഒറ്റയാളെ ഏറ്റെടുത്തിട്ടില്ല, ഒറ്റയാൾ പോലും ഏറ്റെടുത്തിട്ടില്ല. നിങ്ങൾ കൈയടിച്ചത് ശരിയാ. ഏറ്റെടുക്കുന്നവർ മറ്റാരും അത് കൊണ്ടുപോകാതിരിക്കാൻ അത് എഴുന്നേറ്റ് നിന്നൊന്ന് പിടിച്ചേനെ. ഞാൻ പ്രതീക്ഷിച്ച് ഇതിനകത്ത് ചിലര് ആ ദൂത് ഇന്ന് രാത്രി നിന്റെ നഖം ആഴത്തിൽ ഉടക്കിയെടുത്ത് ആ പ്രതികൂലത്തിൽ എനിക്കൊരു നന്മ വരുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൂത് ഏറ്റെടുക്കുവാൻ ഈ കണ്ടില ഗ്രൗണ്ടിൽ ചിലരുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷയോടെ ദൈവാത്മാവ് സഹോദരിയോട് പറയുന്നു. ദൈവം നിനക്ക് വേണ്ടി ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നു, ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നു. ദൂത് ഏറ്റെടുക്കുന്നവർ, ഈ പ്രവചന ദൂത് എന്നോടാണ്, ഈ പ്രവചനം എന്നോടാണ്, ഈ പ്രവചനം എന്നോടാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നല്ലൊരു ശതമാനം പേർക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഈ ദൂത് മനസ്സിലായിട്ടില്ല. പാസ്റ്റേഴ്സ് മനസ്സിലായിട്ടില്ല. ആയാലും ഇങ്ങനൊന്നും ഇരിക്കത്തില്ല. ഞാൻ ഇന്ത്യ മുഴുവൻ പ്രസംഗിക്കുന്ന ആളാണ്. ഛത്തീസ്ഗഡിലും അരുണാചലിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ. നിങ്ങൾക്കറിയാമോ, ഈ ദൂത് ആന്ധ്രയിൽ പറഞ്ഞാൽ കസേരയിൽ ഒറ്റ ആൾ കാണുകയില്ല. അതാ ദൂത് ഏറ്റെടുക്കുന്നതിൻ്റെ പ്രത്യേകത. ഇന്ന് രാത്രിയുണ്ടല്ലോ, സ്വർഗത്തിലെ തമ്പുരാൻ നമുക്ക് 500 രൂപ മണി ഓർഡർ വന്നാൽ പോസ്റ്റ്മാനെ കെട്ടിപ്പിടിച്ച് ഒപ്പിട്ട് മേടിക്കുന്നവരാണ് നമ്മൾ. ആമേൻ. സ്വർഗത്തിലെ തമ്പുരാൻ ദൂത് പറഞ്ഞാൽ കിടന്നുകൊണ്ട് മേടിക്കുന്നവരും. ഫ്രീസലോ, അതാണ് നമ്മുടെ വ്യത്യാസം. അല്ലേലൂയ. സ്വർഗത്തിലെ തമ്പുരാൻ ദൂത് പറയുമ്പോൾ മണി ഓർഡർ കൊണ്ടുവരുന്നവനോടുള്ള സ്നേഹമെങ്കിലും ഉണ്ടെങ്കിൽ, ആമേൻ, ഇന്ന് രാത്രി ആ ദൂതൊന്ന് ഏറ്റെടുക്കാൻ സമ്പനാദിയ. ആമേൻ. ഈ നഖം മുട്ടിയിരിക്കുന്നത് ഒരു പ്രതികൂലത്തിലല്ല, എല്ലാവരും വിചാരിക്കുന്ന പോലെ പ്രതികൂലത്തിലല്ല. അതുകൊണ്ട് നഖം ഊരിയെടുത്ത് ആ തടസ്സത്തിന്റെ അപ്പുറത്ത് കുത്തിയിട്ട് നീ ജോലി തീർക്കരുത്. ഈ തട്ടിയത് എവിടെയാണെന്നൊന്ന് അറിയാൻ ഇന്ന് രാത്രി അവിടോട്ടൊന്ന് മുട്ടുകുത്താൻ, ആ പ്രതികൂലത്തിന്റെ അടുത്തോട്ടൊന്ന് ഇറങ്ങിയിരിക്കാൻ, ആ പ്രതികൂലത്തിനകത്ത് ആ തട്ടിയിരിക്കുന്നതിന്റെ ആഴത്തിലേക്ക് ഇന്ന് രാത്രി ഒന്ന് പോകാൻ. അവൻ സ്വത്രം പറ. തമ്പുരാൻ നമ്മളോട് പറഞ്ഞ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. ധൃതി വെക്കരുത്. ധൃതി വെച്ചാൽ കാട്ടുകഴുത പറക്കും.
ധൃതി വച്ചാൽ കാട്ടുകഴുത പറക്കും, കാത്തിരുന്നാൽ ഇസഹാക്ക് പറക്കും. പിടികിട്ടില്ല, എന്നേലും പിടികിട്ടട്ടെ, എപ്പോഴേലും പിടികിട്ടട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയുന്നു, നീ ധൃതി വച്ചാൽ കാട്ടുകഴുത നിന്റെ വീട്ടിൽ പറക്കും. നീ ധൃതി അബ്രഹാം ധൃതി വെച്ചത് കൊണ്ടാണ് കാട്ടുകഴുത പറഞ്ഞത്. അവൻ കാത്തിരുന്നാൽ ഇസഹാക്ക് പറക്കും. നീ ധൃതി വെച്ചാൽ ഈകാബോദ് പറക്കും. നീ കാത്തിരുന്നാൽ ശമൂവേൽ പറക്കും. ഓ, കൃപയുള്ളവർ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുക. നീ കാത്തിരുന്നാൽ, അവൻ തമ്പുരാന്റെ ദൂതിന് വേണ്ടി കാത്തിരുന്നാൽ ശമൂവേലുമാര് പറക്കും. ധൃതി വച്ചാൽ ഈകാബോദുമാർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മഹത്വം പോയി എന്നർത്ഥം വരുന്ന ഈകാബോദുമാർ. ഓ, എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ സ്തുതിച്ചാട്ട്, കൃപയിൽ നിറഞ്ഞു സ്തുതിച്ചാട്ട്, ആത്മശക്തിയോട് കർത്താവിനെ സ്തുതിച്ചാട്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടെ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. തടസ്സങ്ങളെ അവഗണിക്കരുത്, പ്രതികൂലങ്ങളെ അവഗണിക്കരുത്. നമ്മുടെ വിശ്വാസ യാത്രയിൽ പ്രതികൂലം വരുമ്പോൾ പിശാചേ, ദുഷ്ടപിശാചേ എന്നൊന്നും പറഞ്ഞ് അതിനെ ശാസിച്ച് കളയരുത്. നിത്യ, ആമേൻ, ദൈവം നിനക്ക് തരാനിരിക്കുന്ന നന്മ ആ പ്രതികൂലത്തിൻ്റെ അപ്പുറത്താ. ഒരു ദൂത് പറയാൻ പോവാ, കൃപയുള്ളവർ ഏറ്റെടുത്തോ. ഇപ്പോൾ നീ കടന്നു പോകുന്നത് ചില സാമ്പത്തിക പ്രതിസന്ധികളാണെങ്കിൽ, ഇപ്പോൾ നീ കടന്നു പോകുന്നത് നിന്റെ തലമുറയുടെ ചില വിദ്യാഭ്യാസത്തിന്റെ പ്രതിസന്ധികളാണെങ്കിൽ, ഇപ്പോൾ നീ കടന്നു പോകുന്നത് നിന്റെ ബിസിനസ്സിന് ചില പ്രതിസന്ധികളാണെങ്കിൽ, ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, ഒരു നിധിയിൽ നിന്റെ നഖം തട്ടിയിട്ടുണ്ട്. വരുന്നുണ്ട് ഒരു അനുഗ്രഹത്തിന്റെ നിധി. ഓ, വരുന്നുണ്ട് ഒരു നന്മയെന്ന്. ഇന്ന് രാത്രി അവൻ ഈ തടസ്സം, ഈ പ്രതികൂലം വരാൻ പോകുന്ന വലിയൊരു നന്മയുടെ ഒരു നാന്ദിയാണെന്ന്, ഒരു അടയാളമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ട്. യെസ്, ഹല്ലേലൂയ. നിധി അവൻ കണ്ടു. ആമേൻ. നിധി അവൻ കണ്ടു, പക്ഷെ അവൻ എടുത്തില്ല, അതവൻ മറച്ചു വച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു കാര്യം അവൻ ഉറപ്പായി, ഇനി അതെൻ്റേതാണ്. ഓ, എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. അവൻ നിധി കണ്ട ഉടൻ തന്നെ അവന് ആ നിധിയുടെ വില മനസ്സിലായി. ഓ, ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ സ്വർഗരാജ്യത്തിന്റെ വില മനസ്സിലാക്കി ആരാധിക്കുന്നവർക്കായി സ്തോത്രം. ഓ, ആ നിധിയുടെ വില എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്റെ വില ഒരു അന്യഭാഷ കൊണ്ട് തീരുന്നതല്ല, ഒരു ഞായറാഴ്ച 3 മണിക്കൂർ ആരാധന കൊണ്ട് തീരുന്നതല്ല, ഒരു കയ്യടിയിൽ അവസാനിക്കുന്നതല്ല, ഒരു സ്തോത്ര കാഴ്ച ദശാംശത്തിൽ തീരുന്നതല്ല. ഇന്ന് രാത്രി കാലം ആ നിധിയുടെ വില സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ ട്രഷർ, ആ നിക്ഷേപത്തിന്റെ വില. സ്തോത്രം പറഞ്ഞാട്ടെ, നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാനൊരു ആത്മീയ ശുശ്രൂഷയുടെ ദൂതിലേക്കാണ് കയറി വരുന്നത്. അവൻ ആ നിധി മറച്ചു വെച്ചു. നിധി അവൻ മറച്ചു വെക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിനകത്തൻ ഒരു തീരുമാനമെടുത്തു. നിധി വാങ്ങുമെന്നല്ല, ഈ നിധി ഇരിക്കുന്ന വയൽ വാങ്ങും. അഭിഷേക്തന്മാരെ, എന്നെ ഈ പ്രസംഗം, എനിക്ക് തമ്പുരാൻ ഈ റെവലേഷൻ തരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്, നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് വില കൊടുത്തും ആ നിധിയുടെ കുടവും വാങ്ങി കേരളത്തിൽ നിന്ന് പോയി വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചാണ്. അവൻ മുക്കുവൻ അറിയാം, വലയ്ക്കകത്ത് മീൻ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ ചരടെ പിടിക്കുമ്പോൾ അറിയാം, മീൻ പിടിക്കുന്നവനറിയാം. പത്രോസിന് മനസ്സിലായി വല നിറച്ച് മീനാന്ന്. ചരടെ പിടിച്ചപ്പോഴേ പത്രോസിന് മനസ്സിലായി. കർത്താവ് പറഞ്ഞത് അവിടെ വീശാൻ പറഞ്ഞു, വീശി. അവിടെ വീശാൻ പറഞ്ഞപ്പോൾ മീൻ കയറാൻ കാരണം കർത്താവ് വെള്ളത്തിൽ പ്രസവിക്കുന്നതുകൊണ്ട് വെള്ളത്തിലെ ഓഡിയൻസ് വെള്ളത്തിൽ ഉണ്ട്. അന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ?
ഇപ്പോൾ കരയെ പ്രസംഗിക്കുന്നതുകൊണ്ടാണ് കരയിലുള്ളവരോടുള്ളത്. തമ്പുരാൻ വെള്ളത്തിൽ പ്രസംഗിച്ചപ്പോൾ വെള്ളത്തിലെ ഓഡിയൻസ് എന്ന് പറയുന്നത് മീനാണ്. കംപ്ലീറ്റ് മീനുകളും വെള്ളത്തിനടി നിൽക്കുകയാണ് കേൾക്കാൻ വേണ്ടി. സൃഷ്ടിതാവ് പ്രസംഗിക്കല്ലേ, ഓഡിയൻസ് മീനാ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇവിടെ വീശിക്കോ, പിള്ളേർ ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തമ്പുരാൻ അങ്ങോട്ട് പറഞ്ഞു, പത്രോസ് അങ്ങോട്ട് വീശി. ഈ ചരടയിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ പത്രോസിന് മനസ്സിലായി വല ഫുള്ളാണ്. നമ്മളാണെ പറഞ്ഞതന്നെ കർത്താവിനോട്, യേശുവേ കണ്ടുമുട്ടിയതിന് നന്ദി, നമുക്കിങ്ങനൊരവസരം കിട്ടിയതിന് നന്ദി, ഇവിടെ വീശാൻ പറഞ്ഞതിന് നന്ദി. കാണാം, എപ്പോഴെങ്കിലും നമുക്ക് കാണാം, നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ വെച്ച് വല വലിച്ച് കയറ്റുകയല്ല. യേശുവെല്ലാം പോയി കഴിഞ്ഞ്, ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞിട്ടേ സ്വോത്രാഴ്ച എണ്ണത്തുള്ളൂ. കൃപയുള്ളൊരു സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ആമേൻ. പത്രോസ് തമ്പുരാൻ്റെ മുമ്പിൽ വെച്ച് സ്തോത്ര കാഴ്ചയുടെ ബക്കറ്റ് പൊട്ടിച്ചു. കൃപയുള്ളവരെല്ലാം അവനെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ മുമ്പിൽ വെച്ച് വല വലിച്ചു കയറ്റിയപ്പോൾ മനസ്സിലായി, ആഗ്രഹിച്ചതിലും പറയാൻ്റെ കൂടെ വാ, നനച്ചതിലും അത്യന്തം പരമായി വല കീറാറാകുവോളം. ആ പദത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇല്ല. ഒരു കൺവെൻഷനല്ലേ, ഇത്രയും ദേവദാസന്മാരൊക്കെ ഉള്ളതല്ലേ, ആ ദൂതുകൂടെ പറഞ്ഞേക്കാം. വല കീറാറാകുവോളം, അർത്ഥാൽ കീറാൻ സാധ്യതയുള്ളതുപോലെ ചില കീറലുകൾ അതിലുണ്ട്. കീറിപ്പോകാൻ സാധ്യതയുള്ള ചില വിള്ളലുകൾ അതിനകത്തുണ്ട്. അല്ലെങ്കിലൊക്കെ നമ്മുടെ സഭയിലൊക്കെ രക്ഷിക്കപ്പെട്ടവർ മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹോളം കണ്ട് തികയുമോ? ഇതല്ല, ഇതിലെ കൂടെ കീറിയെടുത്തൂടെ പോയി. ആർക്ക് മനസ്സിലായി? ആർക്കേലും മനസ്സിലായ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഈ വല പലയിടവും കീറിയിരിക്കുന്നത് കൊണ്ടും ഇത് കണ്ണി കെട്ടാത്തത് കൊണ്ടും നമ്മൾ വീശുമ്പോൾ അതിലേ കയറും ഇതിലേ ഇറങ്ങും. പക്ഷെ തമ്പുരാൻ വീശിയപ്പോൾ ഒറ്റ മീൻ പോയില്ല. അതന്നെ 3.5 ഇഞ്ച് വിടവിലൊക്കെ തമ്പുരാൻ 4 ഇഞ്ച് മീനെ വെച്ച് അടച്ചു കളഞ്ഞു. കൃപയുള്ളവർ എൻ്റെ കൂടെ വാ. 3.5 ഇഞ്ച് 2.5 ഇഞ്ച് വിടവിലൊക്കെ തമ്പുരാൻ മീനെ വെച്ച് അടച്ചു. ഫാസ്റ്റേ, വലയ്ക്കകത്തുനിന്ന് ആള് പോകാതിരിക്കുക. അല്ല കൃപയുള്ളവനെ ദ്വാരമുള്ളടത്ത് കയറ്റി വെച്ച് അടയ്ക്കണം സഭയിൽ. അവൻ അല്ല പ്രാർത്ഥിക്കുന്നവനെ, അല്ല ആരാധിക്കുന്നവനെ, അവൻ കീറലുണ്ടെന്ന് പറയുന്നിടത്തല്ല, അല്ല ഉപവസിക്കുന്നവനെ കയറ്റി വെച്ചുകൊണ്ട് അടയ്ക്കണം. അവൻ ഒറ്റ മീൻ പോകത്തില്ല, ഒറ്റ മീൻ പോകത്തില്ല. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ല ശ്രദ്ധിച്ചേ അടയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ ആരെ വെച്ച് അടയ്ക്കുന്നോ അവൻ 3-4 പേരെ കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അടയ്ക്കുന്നവനെ ശ്രദ്ധിച്ചേ വെച്ച് അടയ്ക്കാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കൃപയുള്ളവനെ വെച്ച് അടയ്ക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ ഹല്ലേലൂയ. ഇവൻ ഒരു കാര്യം മനസ്സിലായി, അവൻ എനിക്ക് നിധിയല്ല, എനിക്ക് വയൽ വേണം. ഇതിനകത്ത് ഒരു ഭയങ്കര ആത്മീയ മർമ്മം കിടപ്പുണ്ട്. ഒരു നിധിയും കൊണ്ടുപോയി സുഖമായി ജീവിക്കുക എന്നുള്ളതല്ല അവൻ്റെ ലക്ഷ്യം. എനിക്ക് നിധി കിട്ടിയാലും ഈ വയലിലെ അധ്വാനം ഞാൻ നിർത്തുകയില്ല. എത്ര പേർക്ക് ആ ദൂതിൻ്റെ ആഴം പിടി കിട്ടി? എനിക്ക് നിധി കിട്ടിയാലും ഈ നിധി ഈ വയലിന് വേണ്ടി ഞാൻ ചെലവഴിക്കും. ഈ നിധി എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വാ, കൃപയുള്ളവർ എൻ്റെ കൂടെ വാ. ഇവൻ്റെ തീരുമാനം അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ അഭിഷേകം പ്രാപിച്ച ഒരഭിഷക്തൻ എന്ന നിലയ്ക്ക് ഇന്ന് രാത്രി അവൻ എന്തിനാ വയൽ വാങ്ങിയത്? അവൻ എന്തിനാ നിധി മറച്ചു വെച്ചത്? അവൻ ഉള്ളത് മുഴുവൻ വിറ്റിട്ട് നിധി അവൻ എടുത്തു. ഈ വയൽ അവൻ വാങ്ങി. എന്നിട്ട് ആ നിധി മുഴുവൻ ആ വയലിന് വേണ്ടി അവൻ ചെലവഴിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി സുവിശേഷ വയലിന് വേണ്ടി നിനക്ക് കിട്ടുന്ന സകല നിധികളും സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടെ ഞാൻ ആ പൗലോസിന്റെ ഫിലിപ്പി ലേഖനത്തിൽ ഒരു വാക്യമെടുക്കട്ടെ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ക്രിസ്തേശു നിമിത്തം. ഞാൻ ഛേദമെന്നെണ്ണി എന്ന് പറയുമ്പോൾ അവൻ എനിക്കത് വേണ്ടെന്നല്ലതിൻ്റെ അർത്ഥം. അവിടെ ഒരു ആഴമായ അർത്ഥമുണ്ട്. ഞാൻ എന്ത് ചെയ്താലും അത് യേശുവിൻ്റെ നാമത്തിന് ലാഭം വരുന്നവണ്ണം എൻ്റെ വ്യക്തിപരമായ ലാഭം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു സെന്റൻസ് ഞാൻ പറയും. കൃപയുള്ളവർ ആരാധിച്ചോ? ദൈവത്തിന് ഏറ്റവും ഇഷ്ടം വാരിക്കൂട്ടുന്നവനെ അല്ല, യേശുവിന് വേണ്ടി വലിച്ചെറിയുന്നവനെ.
കൃപയുള്ളവർ ആരാധിക്കുക. യേശുവിന്റെ നാമത്തിന് വേണ്ടി വലിച്ചെറിയുന്നവനെ ആരാധിക്കുന്ന രാത്രി ആരാധിക്കുക. ഇന്ന് രാത്രികാല നിനക്ക് സ്വന്തമെന്ന് തോന്നുന്നത് മുഴുവൻ യേശുവിന്റെ നാമത്തിന് വേണ്ടി നിനക്ക് സ്വന്തമെന്ന് തോന്നുന്നത് മുഴുവൻ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശരീരം വിട്ടു പോകട്ടെ. ദുരാത്മ ശക്തികൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ശരീരം വിട്ട് പുറത്തു വരട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവകൃപയുടെ വ്യാപാരം ഈ ഗ്രൗണ്ട് മുഴുവൻ വ്യാപരിക്കട്ടെ. യെസ്, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ലോകം അവരോട് ചോദിച്ചു, കണ്ടവരെല്ലാം ചോദിച്ചു, വിൽക്കുവാണോ? എല്ലാം വിൽക്കുവാണോ? എല്ലാം വിൽക്കുവാണോ? ചോദിച്ചു, എല്ലാവരും ചോദിച്ചു, എല്ലാം വിടുവാണോ? അവൻ പറഞ്ഞു, വിടുക. എല്ലാം വിൽക്കുവാണോ? അതെ. അവിടുത്തെ അതും വിൽക്കുക, ഇതോ അതും കൊടുക്കുക. എന്താ? ഇതിനേക്കാളൊക്കെ വിലയേറിയ ഒന്ന് ഞാൻ കണ്ടു. ഇതിനേക്കാളൊക്കെ വിലയേറിയ ഒരെണ്ണം ഞാൻ കണ്ടു. ഓ, നീ എന്തെങ്കിലും ഒന്ന് വിടണമെങ്കിൽ അതിനേക്കാൾ വിലയേറിയത് കാണണം. യേശുവിൻ്റെ കൂടെയുള്ളവരോട് യേശു പറഞ്ഞു, ബർത്തിമായിയെ വിളിക്കാൻ പറഞ്ഞു. ആ കുരുടനെ വിളിക്കാൻ പറഞ്ഞു. അവനെ വിളിക്കാൻ പറഞ്ഞു. അവനെ ചെന്ന് യേശുവിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, യേശു നിന്നെ വിളിക്കുന്നു, വാ. ഇതാ പറഞ്ഞത്. പക്ഷെ അവൻ പുതപ്പ് ഇട്ട്. അതിനകത്ത് എന്തോ ഭാഷ വലിയ അത്ഭുതപ്പെടാതിരിക്കുന്നത്? പുതപ്പ് ചോറും പുതപ്പല്ല. ആ പുതപ്പെന്ന് പറഞ്ഞാൽ അനസ്തേഷ്യയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭിക്ഷക്കാർക്ക് എന്താ ചിലർ പൈസ എറിഞ്ഞു കൊടുക്കുന്നത്, ചിലന്താ ദൂരെ നിർത്തി കൊടുക്കുന്നത്. അനസ്തേഷ്യയാണ് ആള്. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ബ്രൂട്ടിൻ്റെ സ്പ്രേ പിടിച്ച് കാറ്റിൻ്റെ ഷൂ വിട്ട് ലോക്കസ്റ്റിൻ്റെ ബനീന് വിട്ടുകൊണ്ട് ഒരുത്ത് നിങ്ങളുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകും. പക്ഷേ ഒരു വൃത്തികെട്ട പുതപ്പ് അവൻ്റെ തോളലുണ്ടെങ്കിൽ, നിങ്ങൾ പഴയ ചോറാണെങ്കിൽ ഇച്ചിരി കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറയാം, ഒന്ന് കുറിച്ചിട്ടോ, ആ പുതപ്പ് അവൻ്റെ ഫുഡാണ്. ആ പുതപ്പ് അവൻ്റെ ഫുഡാണ്. ആ പുതപ്പ് അവൻ്റെ ബ്രെഡാണ്. ആ പുതപ്പ് വെയിൽ സമയത്ത് 4 കാല് ഇങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ അടിയിലിരിക്കുന്നത് അവൻ്റെ ഷെഡാണ്. ചില രാത്രികളിൽ അതിൻ്റെ പുറത്താണ് അവൻ കിടക്കുന്നത്. അതവൻ്റെ ബെഡാണ്. അതവൻ്റെ ബെഡാണ്, അതവൻ്റെ ഷെഡാണ്, അതവൻ്റെ ഫുഡാണ്, അതവൻ്റെ ബ്രെഡാണ്. അവനത് വലിച്ചെറിഞ്ഞു. അവനത് വലിച്ചെറിഞ്ഞു. എന്താ കാര്യം? 40 കൊല്ലം ഇസ്രായേൽ മക്കൾക്ക് ഷെഡ് കൊടുത്ത, ബെഡ് കൊടുത്ത, ഫുഡ് കൊടുത്തവനെ അവൻ കണ്ടുമുട്ടി. ഓ, എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വാ, കൃപയുള്ളവരുടെ കൂടെ വാ. അവൻ എന്താ പുതപ്പറിഞ്ഞ് അതിനേക്കാൾ വലുത് അവൻ കണ്ടുമുട്ടിയത് കൊണ്ടാ അവനെ വിളിച്ചിരിക്കുന്നത്. 40 കൊല്ലം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ സൂപ്പർ മാർക്കറ്റ് തുറന്നവൻ. ഓ, താൻ കണ്ടതിനേക്കാൾ വിലയുള്ളതല്ല താൻ വിട്ടതൊന്നും. ബർത്തിമായേ, നീ എന്താ കണ്ടേ? ഞാൻ കണ്ടതോ? ഞാൻ കണ്ടത് 40 കൊല്ലം മന്ന, കൊത്തമ്പാലരി പോലെ, തേൻ പുരട്ടിയ ദോശ പോലെ. ആ മന്നയുടെ പ്രത്യേകത, പ്രഷറില്ല, ഷുഗറില്ല, ഡയബറ്റിക് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഹാർട്ട് അറ്റാക്ക് ഇല്ല, റുമാറ്റിക് ഫീവർ ഇല്ല, ആർത്രൈറ്റിസ് ഇല്ല, ഗോയിറ്റർ ഇല്ല, ഒന്നുമില്ല. അത് തിന്നവന് 40 കൊല്ലം അഡ്മിറ്റും ആയില്ല. ഈ സാധനം തരുന്നവൻ എന്നെ വിളിച്ചപ്പം എനിക്ക് എന്തിനായി പുതപ്പ്? അവൻ കൃപയുള്ളൊരു ദൈവത്തെ സൂചിച്ചാട്ടെ. ഈ പുതപ്പ് പുതച്ചാ കിട്ടുന്നതും കർത്താവിൻ്റെ കൂടെ പോയാൽ കിട്ടുന്നതും തമ്മിലുള്ള വില വ്യത്യാസം അറിയുന്നവൻ. ഓ, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ നമ്മൾ സ്തുതിച്ചാട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടാതെ ഞാൻ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പോവാ. അവൻ എല്ലാം വിട്ട് കളഞ്ഞിട്ട്, എല്ലാം വിട്ട് കളഞ്ഞിട്ട്, ഇന്നലെ വരെ ഞാൻ കണ്ടത്, ഇന്നലെ വരെ ഞാൻ കേട്ടത്, എന്നെ ഇന്നലെ വരെ സന്തോഷിപ്പിച്ച പലതും, എൻ്റെ ശരീരത്തെ ഇക്കിളിപ്പെടുത്തിയതും എന്നെ ലഹരി പിടിപ്പിച്ചതും, ബ്രൗൺ ഷുഗറും ഹാഷിഷും മരിജുവാനയും ഹൈബ്രിഡ് കഞ്ചാവും MDMA-യും പെതഡിനും LSD-യും ഉൾപ്പെടെയുള്ള സകല നാർക്കോട്ടിക്കും എവിടെയാ? കണ്ട്
ഇസ്രായേൽ എവിടെയാ നീ കേൾക്കുന്നത്? നീ ലഹരിക്ക് അടിമയാണോ? ഇന്ന് രാത്രി നീ അത് വിടാമെങ്കിൽ നിനക്കൊരു വേറൊരു ലഹരി ഞങ്ങൾ തരാം. യേശുവാണ് ഞങ്ങളുടെ ലഹരി. ഓ കമോൺ 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 കമോൺ. കൃപയുള്ളവരെല്ലാം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലോകത്തിന്റെ ലഹരിയേക്കാൾ, ലോകത്തിന്റെ ലഹരി നിന്റെ തലച്ചോറിനെ നശിപ്പിക്കുമ്പോൾ, ലോകത്തിന്റെ ലഹരി നിന്റെ ഹൃദയത്തെ തകർക്കുമ്പോൾ, ഇന്ന് രാത്രി നിന്റെ സാക്ഷാൽ ലഹരിയായ യേശുവിനെ നിനക്ക് തരാം. വിട്ടുകള പലതും. ഓ ഇന്നലകളിൽ നിന്റെ കുടുംബത്തെ നശിപ്പിച്ചതിനോട് വിട പറ. ഇന്നലകളിൽ നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങളെ തകർത്ത് കളഞ്ഞതിനോട് വിട പറ. തകിടിന്മേൽ കളം വരച്ച് അതിൽ മന്ത്രത്തിന്റെ അക്ഷരങ്ങൾ എഴുതി മടക്കി നിന്റെ കയ്യിൽ തന്ന് വെച്ചോ. രക്ഷപ്പെടുമെന്ന് പറഞ്ഞ സകല മന്ത്രവാദങ്ങളോടും ഇന്ന് രാത്രി വിടപറ. അല്ല ക്ഷുദ്രപ്രയോഗങ്ങളോട് വിടപറ. ഈ ലോകത്തിൻ്റെതായ അന്യാരാധനാ ശക്തികൾ പൂജിച്ച് നിന്റെ കയ്യിൽ തന്ന, നിന്റെ ജീവിതത്തെ തകർത്തു കളയുന്ന സകല ദുർശക്തികളോട് ഈ രാത്രി വിട പറയാൻ. സ്വർഗരാജ്യം ഒരു നിധിയായിട്ട് ഇന്ന് രാത്രി നിന്റെ കയ്യിൽ തരാൻ തമ്പുരാൻ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നീ ഒരു നിധി കണ്ടെത്തി പോകാൻ പോവാ. ആ നിധി നിന്റെ ജീവിതത്തെ മുഴുവൻ കരുപിടിപ്പിക്കുന്ന, നിന്റെ തലമുറയെ ഉയർത്തുന്ന, നിന്നെ മാനിക്കുന്ന ആ നിധി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്ന രാത്രിയാ. ആമേൻ. ഞാനൊന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പോവുക. കയർ ടീമൊക്കെ ഒന്ന് ഒരുങ്ങി റെഡിയാകുമോ? സ്തോത്രം. ശാന്തമായ ഒരു പാട്ടിന് വേണ്ടിയിട്ട് കയർ ടീം ഒരുങ്ങ്. ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് ഗ്രൗണ്ട് മാറാൻ പോകുക. ഒരു കാര്യം ഉറപ്പിച്ച് നിങ്ങളോട് പറയാം, ഞാനിവിടെ നിൽക്കുന്ന ക്രിസ്തുവിന് പകരമാണ്. എൻ്റെ വാക്ക് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കണ്ടല കൺവെൻഷനിൽ യേശു ക്രിസ്തു വന്ന് പ്രസംഗിക്കത്തില്ല. കണ്ടല കൺവെൻഷനിൽ യേശു ക്രിസ്തു വന്ന് പ്രസംഗിക്കത്തില്ല. പിന്നെ ദൈവം ആരയക്കും? തൻ്റെ വിശ്വസ്തന്മാരെ, തൻ്റെ അഭിഷക്തന്മാരെ. ഇന്ന് രാത്രി നിങ്ങളോട് ദൂത് പറയാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചയച്ചിരിക്കുക. ആ വിലയേറിയ നിധി ഇന്ന് രാത്രി പ്രാപിച്ചു പോകണം. സ്തോത്രം. ആമേൻ. അതിനെ പ്രാപിച്ചു പോകണം. ആമേൻ. അതിന് ഞാൻ യേശു ക്രിസ്തു എന്ന് വേണേ പറയാം. അതിന് നീ പ്രാപിക്കാൻ പോകുന്ന സ്വർഗരാജ്യമെന്ന് പറയാം. നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പോകുന്ന ദൈവരാജ്യമെന്ന് ഞാനതിന് പറയാം. ഞാനതിന് സുവിശേഷത്തിൻ്റെ ആഴമായ സത്യം, ഇന്ന് രാത്രി വചനം എന്ന് ഞാനതിന് പറയാം. ഇന്ന് രാത്രി നീ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന നിധി, വേദപുസ്തകത്തിനകത്ത് സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ എന്നാ പറഞ്ഞിരിക്കുന്നേ. ആമേൻ. അതേ വാക്കിൽ, അതേ അർത്ഥത്തിൽ തന്നെ ഇന്ന് രാത്രി നീ എടുക്ക്. അതിനകത്ത് യേശുവുണ്ട്, അതിനകത്ത് പരിശുദ്ധാത്മാവുണ്ട്, അതിനകത്ത് കൃപാവരങ്ങളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരോട് രാത്രി ദൈവാത്മാവ് ദൂത് പറയുന്നു, ആയുസ് മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ജീവിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ചില അടയാളങ്ങൾ വെളിപ്പെടണം. ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ജീവിതകാലം മുഴുവൻ ചുമ്മാ പ്രാർത്ഥിച്ചു പോകാനല്ല ദൈവം നിന്നെ വിളിക്കുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകന്മാരോട് ദൂത് പറയാം, ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ ദേശത്ത് നിങ്ങളൊരു തീയായിട്ട് മാറണം, ഒരു ഫയറായിട്ട് മാറണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവസ്ഥ എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരികയാ. ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രി ആ നിധി ഞാൻ കണ്ടെത്തുകയാ. എനിക്ക് ആ യേശുവിനെ വേണം. എൻ്റെ കുടുംബത്തിനൊരു നന്മ വേണം. 2026 എനിക്കൊരു വിടുതൽ വേണം. നിന്റെ നന്മയെ കെട്ടിയിട്ടിരിക്കുന്ന, നീ ഇപ്പോൾ നിന്റെ മുഖവും നഖവും തട്ടിയിരിക്കുന്നത് ഒരു പ്രതികൂലത്തിലല്ല, പകരം ഒരു അനുഗ്രഹത്തിലാ. നിന്റെ പ്രതികൂലം നിന്നെ തകർക്കാനല്ല, ഒരു അനുഗ്രഹത്തിലാണ് നീ തട്ടപ്പെട്ടിരിക്കുന്നത്.
ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പാസ്റ്ററെ. 2024 ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ, ആ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. അഭിഷക്തൻ നിങ്ങളെ തൊട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ വിടുതൽ വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളവർ വേഗം മുൻപോട്ട് വന്നാട്ടെ, വേഗം മുൻപോട്ട് വന്നാട്ടെ, വേഗത്തിൽ മുൻപോട്ട് വന്നാട്ടെ, വേഗത്തിൽ മുൻപോട്ട് വരാം, വേഗത്തിൽ. വാളണ്ടിയേഴ്സ് ആമേൻ ഈ കൂടെ വരണമെന്ന് ദൈവസ്ഥലത്ത് ഓർപ്പിക്കുന്നു. വാളണ്ടിയേഴ്സ് കൂട്ടത്തിൽ വന്നാട്ടെ. അസാധാരണമായി ദൈവ സാന്നിധ്യം അതിനകത്ത് വ്യാപരിക്കട്ടെ. ഓ കർത്താവ് ഇന്ന് രാത്രി ചിലരെ തൊടട്ടെ. ഇതിനകത്ത് ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലരെ തൊടുന്ന രാത്രിയാ. ഒരു ദൈവ ശക്തി വ്യാപരിക്കുന്ന രാത്രിയാ. പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന രാത്രിയാ. യെസ്. ഓ റബമം ദരേഷിക ബൗശമന